ഫാസ്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അനലിസ്റ്റ് എക്സാംസിനും RRB എക്സാംസിനും ഒരുപോലെ വരുന്ന ടോപ്പിക്കാണ് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി. അപ്പോൾ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ മാരത്തോൺ ക്ലാസ് ആണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫസ്റ്റ് പോർഷൻ ആണ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. The tiny protein producing factories inside a cell is called. അപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ ലിവിങ് തിങ്സും മേഡപ്പ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് അല്ലെ. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബോഡി ആണ് സെൽ എന്ന് പറഞ്ഞാൽ. ആ ഒരു സെല്ലിനുള്ളിൽ പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ഫാക്ടറീസ് എന്നറിയപ്പെടുന്നത് ഏതൊരു ഓർഗനലിലാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? മൈറ്റോകോൺട്രിയ ആണോ, റൈബോസോം ആണോ, വാക്യൂൾ ആണോ, DNA ആണോ ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, റൈബോസോംസ് ആണ് വരുന്നത്. റൈബോസോംസ് തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തും അല്ലാതെ തന്നെ ഫ്രീ ആയിട്ടും നമ്മുടെ സെല്ലിനുള്ളിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെ. അല്ല, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ റൈബോസോംസ് ആബ്സെന്റ് ആണ്. ഓക്കെ, അപ്പൊ റൈബോസോംസ് ആണ് പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ഫാക്ടറീസ് എന്നറിയപ്പെടുന്നത്. ദെൻ മൈറ്റോകോൺട്രിയയുടെ പ്രത്യേകത എന്താണ്? മൈറ്റോകോൺട്രിയ വിച്ച് ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെ, അതായത് എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനലെ ആണ് മൈറ്റോകോൺട്രിയ. ദെൻ DNA പ്രത്യേകത എന്താണ്? DNA ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ ക്യാരിങ് ഓർഗനൽ അല്ലെ. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉൾക്കൊള്ളുന്നത് DNA ആണ്. ഈ ഒരു DNA പാസേജ് മൂലമാണ് നമ്മുടെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്ക് സെല്ലിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ സെൽ സ്ട്രക്ചറിൽ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്താണ്? എനർജി പ്രൊഡ്യൂസിങ് സെൽസ് ആണ് മൈറ്റോകോൺട്രിയ. ഇനി ഗോൾഗി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഗോൾഗി കോംപ്ലക്സിന്റെ പ്രത്യേകത എന്താണ്? ദേ കളക്ട്, പാക്കേജ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മോളിക്യൂൾസ് ഇൻസൈഡ് ദ സെൽ അല്ലെ. സെല്ലിന് ഉള്ളിൽ തന്നെ മോളിക്യൂൾസിനെ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഗോൾഗി കോംപ്ലക്സ് ആണ്. ഗോൾഗി കോംപ്ലക്സിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റൈബോസോംസ്. റൈബോസോംസ് നമ്മൾ പറഞ്ഞു ടൈനി പ്രോട്ടീൻ പ്രൊഡ്യൂസിങ് ഫാക്ടറീസ് ആണ് റൈബോസോംസ്. ഈ ഒരു റൈബോസോംസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് അസോസിയേറ്റ് ചെയ്തും അല്ലാതെ ഫ്രീ ആയിട്ടും നമ്മുടെ സെല്ലിനുള്ളിൽ കാണപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് വൺ വാക്യൂൾസ്. വാക്യൂൾസിന്റെ പ്രത്യേകത ഫാറ്റ് പോലുള്ള സബ്സ്റ്റൻസിന്റെ സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനലെ ആണ് വാക്യൂൾസ്. ദെൻ പെറോക്സിസോംസിന്റെ പ്രത്യേകത ഇതൊരു വെസിക്കിൾ ഫോം ചെയ്തിട്ട് അതിനുള്ളിൽ എൻസൈംസിനെ ക്യാരി ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഈ ഒരു പെറോക്സിസോംസ്. ദെൻ സെൻട്രിയോൾസ് ഉണ്ട്, അതാണ് നമ്മുടെ സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനലെ ആണ് സെൻട്രിയോൾസ്. ദെൻ നെക്സ്റ്റ് വൺ വരുമ്പോഴത്തേക്കിന് സെൽ മെംബ്രെയിൻസ് അല്ലെ. സെൽ മെംബ്രെയിൻ മേഡപ്പ് ചെയ്തിരിക്കുന്നത് ഡബിൾ ലെയർഡ് ഫാറ്റി സബ്സ്റ്റൻസ് കൊണ്ടാണ്. പല സബ്സ്റ്റൻസിന്റെയും എൻട്രി പ്രിവെന്റ് ചെയ്യുന്നതും ഈ ഒരു സെൽ മെംബ്രെയിൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ചില സബ്സ്റ്റൻസിനോട് എന്താണ്, ഇത് പെർമിബിലിറ്റി കാണിക്കും, കാരണം അതിനുള്ളിലൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ആണ്. ഇതിലാണ് നമ്മുടെ ന്യൂക്ലിയസും അതുപോലെ തന്നെ ഓർഗനൽസും എല്ലാം എംബഡ് ചെയ്ത് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വൺ വരുമ്പോൾ ലൈസോസോംസ് ആണ്. ഇവിടെയാണ് സെൽ ന്യൂട്രിയന്റിന്റെ ഡൈജഷൻ നടക്കുന്നത് ലൈസോസോംസിൽ. ദെൻ അതുപോലെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പറഞ്ഞു, രണ്ട് ടൈപ്പ് ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. Then DNA ആണ് which contain the coded information that passes on every single inherited characters അല്ലെ. നമ്മുടെ പാരന്റ്സിൽ നിന്ന് ചിൽഡ്രൻസിലേക്ക് ക്യാരക്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു DNA ഹെൽപ്പോട് കൂടിയാണ്. ദെൻ ന്യൂക്ലിയസ്, നമ്മുടെ സെൽ കൺട്രോളിംഗ് സെന്റർ ആണ് ന്യൂക്ലിയസ്. ഇതാണ് നമ്മുടെ സെല്ലിന് കൊടുക്കുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് അല്ലെ. ഏകദേശം എല്ലാ ഓർഗനൽസും നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൽ തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ. അപ്പോൾ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? സ്ലെയ്ഡൻ, ഷ്വാൻ, ആൻഡൺ വാൻ ലൂവൻഹുക്ക്, ബോത്ത് എ ആൻഡ് ബി. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി, അതായത് സ്ലെയ്ഡൻ ആൻഡ് ഷ്വാൻ ആണ് സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പാസീവ് ട്രാൻസ്പോർട്ടേഷൻ? ഈ പറയുന്നതിൽ പാസീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലാത്തത് ഏതാണ്? അപ്പോൾ അവിടെ പാസീവ് ട്രാൻസ്പോർട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
പാസീവ് മീൻസ് വിതൗട്ട് എനർജി നീഡ് അല്ലെ, അവിടെ എനർജി ആവശ്യമില്ലാതെ മൂവ് ചെയ്യാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സിമ്പിൾ ഡിഫ്യൂഷൻ ആണോ, എൻഡോസൈറ്റോസിസ് ആണോ, ഓസ്മോസിസ് ആണോ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണോ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് എൻഡോസൈറ്റോസിസ് ആണ്. എൻഡോസൈറ്റോസിസ് ഇസ് നോട്ട് എ പാസീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നോക്കിയാൽ പാസീവ് ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, വെസിക്കുലർ ട്രാൻസ്പോർട്ട് ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാസീവ് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ എന്താണ്, വിച്ച് ഇസ് നോട്ട് റിക്വയർ എനി എനർജി. ദെൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ അവിടെ എനർജിയുടെ ആവശ്യത്തോ അല്ലെങ്കിൽ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മോളിക്യൂൾസിനെ മൂവ് ചെയ്യിക്കുന്നത്. ദെൻ വെസിക്കുലർ ട്രാൻസ്പോർട്സിലാണെങ്കിൽ വെസിക്കിൾസ് ഫോം ചെയ്തുകൊണ്ടാണ് പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്യിക്കുന്നത് അല്ലെ. അപ്പൊ എൻഡോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ വെസിക്കുലർ ട്രാൻസ്പോർട്ട് കാറ്റഗറിയിൽ വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇനി പാസീവിന് എക്സാമ്പിൾ ആണ് ഡിഫ്യൂഷനും ഓസ്മോസിസും. ഡിഫ്യൂഷൻ നമുക്കറിയാം അല്ലെ, ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള സൊല്യൂട്ടിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓസ്മോസിസ് എന്താണ്? ഡിഫ്യൂഷൻ സൊല്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഓസ്മോസിസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തുനിന്ന് വാട്ടർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയെടുത്തുനിന്ന് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞെടുത്തേക്കുള്ള വാട്ടറിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂഷൻ സൊല്യൂട്ട് മൂവ്മെന്റും, ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സോൾവെന്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ വാട്ടറിന്റെ മൂവ്മെന്റ് ആണ്. ദെൻ വെസിക്കുലർ ട്രാൻസ്പോർട്ട് 3 ടൈപ്പ് ഉണ്ട്, എൻഡോസൈറ്റോസിസ്, എക്സോസൈറ്റോസിസ് ആൻഡ് ട്രാൻസൈറ്റോസിസ് അല്ലെ. എൻഡോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്കിന് സെല്ലിന് പുറമേ ഉള്ള ഒരെണ്ണത്തിനെ വെസിക്കിൾസ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സ്യൂഡോ സ്ട്രക്ചർ ഫോം ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുന്നതിനെയാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് സെല്ലാണെങ്കിൽ സെല്ലിന് വെളിയിൽ ഒരു മോളിക്യൂൾ വരുന്നു. സോ ഈ സെൽ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചറൽ അഡാപ്റ്റേഷൻ കൊണ്ടുവന്ന് ഈ മോളിക്യൂളിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു. ഇറ്റ്സ് കോൾഡ് ആസ് എൻഡോസൈറ്റോസിസ്. അപ്പൊ എക്സോസൈറ്റോസിസ് എന്താണ്? എക്സോസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ സെല്ലിന് ഉള്ളിൽ ഉള്ളൊരു മോളിക്യൂൾസിനെ ഒരു സ്ട്രക്ചറൽ ഫോർമുലേഷൻ ചേഞ്ച് ചെയ്തിട്ട് വെളിയിലേക്ക് കളയുന്നതാണ് എക്സോസൈറ്റോസിസ്, പുറത്തേക്ക് തള്ളാണ്. ഇനി ട്രാൻസൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഒരു ടൈമിൽ തന്നെ രണ്ടും നടക്കുകയാണെങ്കിലാണ് ട്രാൻസൈറ്റോസിസ് എന്ന് പറയുന്നത്. അതായത് സെല്ലിനുള്ളിലേക്ക് മൂവ്മെന്റ് വരുന്നുണ്ട്, സെല്ലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് ട്രാൻസൈറ്റോസിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ പറയുന്നതിൽ പാസീവ് ട്രാൻസ്പോർട്ടേഷൻ അല്ലാത്തത് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് എൻഡോസൈറ്റോസിസ് ആണ് അല്ലെ. എൻഡോസൈറ്റോസിസ് ഈസ് ടൈപ്പ് ഓഫ് വെസിക്കുലർ ട്രാൻസ്പോർട്ട് ആണ് വരുന്നത്. Then next question, during the cell division dash is produced. നമ്മുടെ സെൽ ഡിവിഷൻ ടൈമിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് ഗ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ് സെൽസ്, ഡിഓക്സിറൈബോന്യൂക്ലിക് ആസിഡ്, ബാക്ടീരിയോഫേജസ്. ഏതായിരിക്കും ഇവിടെ സെല്ലിൽ നമ്മൾ സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഡിഓക്സിറൈബോസ് ആസിഡ് അല്ലെ, അല്ലെങ്കിൽ DNA. ഇത് സെല്ലിന് ഉള്ളിലുള്ള ഒരു ഓർഗനല്ലേ ആണ് DNA എന്ന് പറയുമ്പോൾ ഈ ഒരു DNA ആണ് പുതിയതായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് സെൽ ഡിവിഷൻ, ദാറ്റ് ഈസ് മൈറ്റോസിസ് ഓർ മിയോസിസ് അല്ലെ. 2 ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ട്, മൈറ്റോസിസും മിയോസിസും. ഈ 2 ഡിവിഷനിലും എന്താണ് നടക്കുന്നത്? നമ്മുടെ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ആൻഡ് ഓൾ ഓഫ് ഇറ്റ്സ് കണ്ടെയ്ൻസ് ഇൻക്ലൂഡിംഗ് ക്രോമസോംസ് ആൻഡ് DNA സ്പ്ലിറ്റ്സ് ടു ഫോം ഐഡന്റിക്കൽ ഡോട്ടർ സെൽസ്. നമ്മുടെ സെല്ലും സെല്ലിനുള്ളിലെ ഓർഗനൽസും എല്ലാം തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഐഡന്റിക്കൽ കമ്പോണൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. സോ DNA ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി DNA അല്ലാതെ മറ്റെന്തെങ്കിലും സെല്ലിനുള്ളിൽ ഓർഗനലെ ആയിരുന്നെങ്കിൽ നമ്മൾ ആൻസർ സെലക്ട് ചെയ്യേണ്ടത് അതാണ്. ഈ WBCയും RBCയും ഒക്കെ എന്താണ്? നമ്മുടെ പ്ലാസ്മയിൽ പ്രസന്റ് ആയിരിക്കുന്ന സെൽസുകളാണ്, പ്ലാസ്മ സെൽസുകളാണ്, ബാക്ടീരിയോഫേജസ് അല്ല അല്ലെ. ഓക്കെ, അപ്പൊ സെൽ സൈക്കിളിന് മെയിൻ ആയിട്ട് 2 ഫേസ് ആണ് വരുന്നത്, ഇന്റർഫേസും എം ഫേസും. എം ഫേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിവിഷൻ ചെയ്യുന്ന ഫേസ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ് അല്ലെ, നമ്മുടെ സെല്ലിന്റെ ഡിവിഷന്റെ ഇടയിലുള്ള ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ്. Then next question, which
which one is used by the cells to interact with other cells? നമ്മുടെ സെൽസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ, ആ സെൽസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് തമ്മിലുള്ള അഡ്ജസന്റ് സെൽസുകൾ ഇന്ററാക്ട് ചെയ്യുന്നത്? സെൽ ട്യൂബ്യൂൾസ്, സെൽ ജംഗ്ഷൻസ്, സെൽ അഡ്ഹീഷൻസ്, സെൽ ഡിറ്റക്ടേഴ്സ്. ഏതൊരു ടൈപ്പ് ആയിരിക്കും സെൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സെൽ ജംഗ്ഷൻസ് ആണ്. സെൽ ജംഗ്ഷൻസ് വഴിയാണ് സെല്ല് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ നൈബറിംഗ് സെൽസ്. നമ്മുടെ നൈബറിംഗ് സെൽസിനിടയിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ദ കോണ്ടാക്റ്റിനെയാണ് സെല്ലും എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആണ് സെൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് അതർവൈസ് കോൾഡ് മെംബ്രെയിൻ ജംഗ്ഷൻ. ഇതിന് മെംബ്രെയിൻ ജംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് 3 ടൈപ്സ് ആണ് വരുന്നത്: ഒക്ലൂഡിംഗ് ജംഗ്ഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് ജംഗ്ഷൻ, ആങ്കറിംഗ് ജംഗ്ഷൻസ്. ഓക്കെ, 3 ടൈപ്പ് ജംഗ്ഷൻസ് ആണ്: ഒക്ലൂഡിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ആങ്കറിംഗ് ജംഗ്ഷൻസ്. സെൽസിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് ടിഷ്യൂസ് പോർഷനിൽ നിന്നാണ്. ഓക്കെ, ടിഷ്യൂസ്. Next question, adipose tissue is an example of. Adipose tissue ഏത് ടൈപ്പ് ടിഷ്യൂസ് ആണ്? കണക്റ്റീവ് ടിഷ്യൂസ്, മസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ മസിൽസ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ഓർ നെർവസ് ടിഷ്യൂസ് അല്ലെ. 4 ടൈപ്പ് ടിഷ്യൂസും നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. ഏതാണ് അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിൾ ആണ് അഡിപ്പോസ് ടിഷ്യൂസ്. അപ്പോ കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് നോക്കിയാൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെ, നമ്മുടെ ബോഡിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ബോഡിയിലെ ഒരു പാർട്ടിൽ നിന്നുള്ള സബ്സ്റ്റൻസിനെ മറ്റൊരു പാർട്ടിലേക്ക് മൂവ് ചെയ്യിക്കുക. അതൊക്കെ നമ്മൾ എക്സാമ്പിൾസ് പറയുമ്പോൾ അതിന്റെ ഫങ്ഷൻസ് നമുക്ക് അണ്ടർസ്റ്റുഡ് ആവും അല്ലെ. പിന്നെ എനർജി സ്റ്റോർ ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, ഒരു ഇൻസുലേഷൻ പവർ കൊടുക്കുക അല്ലെ, നമ്മുടെ ബോഡിയെ ഒന്ന് ടെമ്പറേച്ചർ, കോൾഡ് ഇതിൽ നിന്നൊക്കെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. കണക്റ്റീവ് ടിഷ്യൂസിലെ സെൽസുകൾ നോക്കിയാൽ ഫൈബ്രോബ്ലാസ്റ്റ്, അഡിപ്പോസ് സെൽസുകൾ, അഡിപ്പോസ് സെൽസിലാണ് എന്ത് ഫാറ്റ് സ്റ്റോറേജ് വരുന്നത്. പിന്നെ പ്ലാസ്മ സെൽസ് അല്ലെ, നമ്മൾ പറഞ്ഞു ബോഡിയിലെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യിക്കുക, അതൊക്കെ ആർക്കുടെ ഡ്യൂട്ടിയാണ്? പ്ലാസ്മ സെൽസ് ആണ് വരുന്നത്. ദെൻ മാക്രോഫേജസും മാസ്റ്റ് സെൽസുകളും. ഇത്രയാണ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്ന സെൽസുകൾ. The next question, which of the following have fastest cell division അല്ലെ. നമ്മുടെ 4 ടൈപ്പ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു, അതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് ഏതാണ്? ആൻസർ ഏത് വരും? ആൻസർ എപ്പിത്തീലിയൽ ആണോ, കണക്റ്റീവ് ആണോ, മസ്കുലാർ ആണോ, നെർവസ് ടിഷ്യൂസ് ആണോ ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ് അല്ലെ. നമ്മുടെ സ്കിന്നിനെ കവർ ചെയ്തുകൊണ്ട് ഏറ്റവും പുറമേ കാണുന്ന ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഈ ഒരു ടിഷ്യൂസ് റാപ്പിഡ് ആയിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കൊരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു വൂണ്ടോ ഒക്കെ വന്നാൽ പെട്ടെന്ന് തന്നെ ആ ഒരു വൂണ്ട് ഹീലിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. Okay, epithelial tissues consist of closely opposed cells without intervening intercellular substance. നമ്മുടെ ആ ഒരു ഇന്റർസെല്ലുലാർ സബ്സ്റ്റൻസിനെ ക്ലോസ്ലി പാക്ക് ചെയ്തുകൊണ്ടാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണപ്പെടുന്നത്. They cover whole surface of the body. നമ്മുടെ ബോഡിയെ മൊത്തത്തിൽ കവർ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ടിഷ്യൂസ് ആണ്. It is made up of cells that are closely packed and arranged in one or more layers. അപ്പോൾ ഓരോ റീജിയൻ അനുസരിച്ച് എപ്പിത്തീലിയൽ ലെയേഴ്സിന്റെ തിക്നെസ്സിൽ ചേഞ്ച് വരും അല്ലെ. ചില റീജിയണിലാണെങ്കിൽ എപ്പിത്തീലിയൽ ലെയേഴ്സ് നല്ല കട്ടിക്ക് ഉണ്ടാവും, ചില റീജിയണിൽ എന്താണ് എപ്പിത്തീലിയൽ ലെയേഴ്സ് കുറവായിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് വണ്ണെങ്കിലും ഉണ്ടായിരിക്കും, പക്ഷെ ക്ലോസ്ലി അതായത് പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബോഡി സർഫസിനെ കവർ ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ഈ ഒരു എപ്പിത്തീലിയൽ ടിഷ്യൂസ് റാപ്പിഡ് ആയിട്ട് റീജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഇഞ്ചുറി പെട്ടെന്ന് തന്നെ ഹീൽ ആവുന്നത് അല്ലെ. അപ്പൊ റാപ്പിഡ് ഡിവൈഡിങ് ടിഷ്യൂസ് നമ്മൾ പറഞ്ഞു എപ്പിത്തീലിയൽ ടിഷ്യൂസ് ആണ്. ഇനി മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂ ഏതാണ് വരുന്നത്? മോസ്റ്റ് അബണ്ടന്റ് ടിഷ്യൂസ് അഡിപ്പോസ് ടിഷ്യൂസ് ആണ് വരുന്നത്, മോസ്റ്റ് അബണ്ടന്റ് ആയിട്ട് വരുന്നത്. Then next question, tissues in the another question ആണ്. Movement of body parts and locomotion is the function of. നമ്മുടെ
ബോഡി പാർട്സിന്റെ മൂവ്മെന്റ്, അതുപോലെ തന്നെ നമ്മൾ ലോക്കോമോഷൻ അല്ലെ, മൂവ്മെന്റും ലോക്കോമോഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറുന്നതിനെയാണ് മോഷൻ എന്ന് പറയും. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നെടുത്ത് നിന്ന് ചലിക്കുക അല്ലെ, കൈ അനക്കുക, കാലനക്കുക, അതാണ് മൂവ്മെന്റ്. അപ്പൊ മൂവ്മെന്റിനും മോഷനും ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ഏതാണ്, അല്ലെങ്കിൽ ഏതിന്റെ ഫംഗ്ഷൻ ആണ് വരുന്നത്? എപ്പിത്തീലിയൽ, മസ്കുലാർ, കണക്റ്റീവ്, നെർവസ് ടിഷ്യൂസ്. ഏത് ടിഷ്യൂസ് ആണ് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ആൻസർ ബി ആണ് വരുന്നത്. മസ്കുലാർ ടിഷ്യൂസ് ആണ്. ഫംഗ്ഷൻ മസ്കുലാർ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻസ് ആണ് മൂവ്മെന്റ് ഓഫ് ബോഡി പാർട്സ് ആൻഡ് ലോക്കോമോഷൻസ് പറയുന്നത് അല്ലെ. അപ്പോൾ ടിഷ്യൂസും അതിന്റെ ഫംഗ്ഷനും നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സെക്രീഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ, റീപ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ഇനി മസ്കുലാർ ടിഷ്യൂസ് ആണ് മൂവ്മെന്റ് ഓഫ് പാർട്സ് ആൻഡ് ലോക്കോമോഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. കണക്റ്റീവ് ടിഷ്യൂ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അറ്റാച്ച്മെന്റ്, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ട് അല്ലെ. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഫാറ്റ് സ്റ്റോറേജ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നെർവസ് ടിഷ്യൂസ് ഉണ്ട് അല്ലെ. നെർവസ് ടിഷ്യൂസും ഇമ്പോർട്ടന്റ് ആണ്, കാരണം നെർവസ് ടിഷ്യൂസ് ആണ് നമ്മുടെ ഇമ്പൾസ് കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നെർവസ് ടിഷ്യൂസ് ആണ്. Then next question, most profound layer of the skin which provide insulation and storage. നമ്മുടെ സ്കിന്നിന് ഒരു അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഇൻസുലേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ലെയർ ആണ്? അതായത് സ്കിന്നിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. സ്കിൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്കിന്നിലെ ഏതൊരു ലെയർ ആണ് ഒരു ഇൻസുലേഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്? എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്, ബേസൽ. ഏത് ലെയർ ആയിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഹൈപ്പോഡെർമിസ് ആയിരിക്കും വരുന്നത്. കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഹൈപ്പോഡെർമിസിലാണ് ഫാറ്റ് സ്റ്റോറേജ് ഒക്കെ വരുന്നത്. സോ പ്രൊട്ടക്ഷൻ, ഒരു ഇൻസുലേഷൻ പവർ കൊടുക്കുന്നത് ഈ ഒരു ഹൈപ്പോഡെർമിസ് ആണ്. അപ്പൊ നമ്മൾ സ്കിന്നിന്റെ സ്ട്രക്ചർ നോക്കിയാൽ മെയിൻലി 3 ലെയേഴ്സ് ആണ് വരുന്നത്: ഡെർമിസ്, എപ്പിഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. അതിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എപ്പിഡെർമിസ് എന്ന് പറയുമ്പോൾ അത് ഒരു ഡിഫെൻസീവ് ഫംഗ്ഷൻ ആണ് എപ്പിഡെർമിസിന് വരുന്നത്. ദെൻ എപ്പിഡെർമിസിന് തൊട്ട് ബിനീത്ത് ആയിട്ടായിരിക്കും ഡെർമിസ് കാണപ്പെടുക. ഈ ഒരു ഡെർമിസിലാണ് ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട്, സ്വെറ്റ് ഗ്ലാൻസുകൾ ഉണ്ട്. ഓക്കെ, അതിന് തൊട്ട് താഴെയുള്ള ഡെർമിസിലാണ് ഹെയർ ഫോളിക്കിൾസും ബ്ലഡ് വെസൽസും സ്വെറ്റ് ഓർഗൻസും ഒക്കെ കാണപ്പെടുന്നത്. ദെൻ മോസ്റ്റ് പ്രൊഫൗണ്ട് ലെയർ ആണ് ഹൈപ്പോഡെർമിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫാറ്റ് സ്റ്റോറേജ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ഇൻസുലേഷൻ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെയർ ഓഫ് ദ എപ്പിഡെർമിസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡെഡ് സെൽസ്. ഇനി എപ്പിഡെർമിസിന്റെ തന്നെ ക്ലാസ് ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ സ്കിൻ ലെയേഴ്സ് 3 കണ്ടു: എപ്പിഡെർമിസും, ഡെർമിസും, ഹൈപ്പോഡെർമിസും. ഇനി ആ ഒരു എപ്പിഡെർമിസിനെ എഗൈൻ ലെയേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതില് ഇതിലാണ് ഡെഡ് സെൽസ് ഒരുപാട് കാണപ്പെടുന്നത്: സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം ബേസൽ, സ്ട്രാറ്റം സ്പൈനോസം. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ബി, സ്ട്രാറ്റം കോർണിയം ആണ് ആൻസർ വരുന്നത്. ഇനി സ്ട്രാറ്റം ബേസൽ ആണ്. നമുക്ക് ആ ഒരു ഡീപ്പസ്റ്റ് ലെയർ തൊട്ട് തുടങ്ങാം. സ്ട്രാറ്റം ബേസൽ is the deepest layer composed of a single row of cuboidal or columnar keratinocytes that contain intermediate filaments. ഒരു സിംഗിൾ റോ ഓഫ് ക്യൂബോയിഡൽ ആൻഡ് കോളംനാർ കെരാറ്റിനോസൈറ്റ്സ് ആണ് സ്ട്രാറ്റം ബേസലിലുള്ളത്. ഇനി സ്പൈനോസം ആണെങ്കിൽ 8 to 10 rows ഓഫ് മെനി സൈഡഡ് കെരാറ്റിനോസൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പൈനോസത്തിലാണ് മെലാനോസൈറ്റ്സും ലാംഗർഹാൻസ് സെൽസും ഒക്കെ പ്രസന്റ് ആയിരിക്കുക. ഇനി ഗ്രാനുലോസത്തിലാണെങ്കിൽ 5 rows ഓഫ് ഫ്ലാറ്റൻഡ് കെരാറ്റിനോസൈറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ദെൻ സ്ട്രാറ്റം ലുസിഡം. സ്ട്രാറ്റം ലുസിഡത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ ടിപ്സ് അല്ലെങ്കിൽ നമ്മുടെ പാംസ്, സോള്, ഇവിടെയൊക്കെ മാത്രം കാണപ്പെടുന്ന ലെയർ ആണ് ലുസിഡം. അപ്പോൾ ഇവിടെയും ഡെഡ് കെരാറ്റിനോസൈറ്റ്സ് പ്രസന്റ് ആണ്. ദെൻ കോർണിയം. കോർണിയത്തിലാണ് 25 to 30 rows ഓഫ് ഡെഡ് ഫ്ലാറ്റ് കെരാറ്റിനോസൈറ്റ്സ് കാണപ്പെടുന്നത്. ഓക്കെ, കോർണിയം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, ഡെഡ് സെൽസ് കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ കോർണിയത്തിലാണ് ഡെഡ് സെൽസുകൾ കാണപ്പെടുന്നത്. ഓക്കെ, നമ്മൾ എപ്പിഡെർമിസിന്റെ ലെയേഴ്സ് നോക്കിയാൽ സ്ട്രാറ്റം ബേസൽ, സ്പൈനോസം, ഗ്രാനുലോസം, ലുസിഡം, കോർണിയം. ഇതിൽ മെലാനോസൈറ്റ്സും ലാംഗർഹാൻസ് സെൽസുകളും കാണപ്പെടുന്നത് സ്പൈനോസത്തിലാണ്.
പിന്നെ പാം, ഫീറ്റ്, ഫിംഗർ ടിപ്സ് ഇവിടെയൊക്കെ മാത്രം കാണപ്പെടുന്ന ലെയർ ആണ് സ്ട്രാറ്റം ലൂസിഡം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cells which cover the major portion of the epidermis of the skin. സ്കിൻ എപ്പിഡെർമിസിലെ ഏറ്റവും മേജർ പോർഷൻ കാണപ്പെടുന്ന സെൽസ് ഏതാണ്? കെരാറ്റിനോസൈറ്റ്സ്, മെലാനോസൈറ്റ്സ്, ലാംഗർഹാൻസ് സെൽസും മെർക്കൽ സെൽസും. ഏത് സെൽസുകളാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കെരാറ്റിനോസൈറ്റ്സ് ആണ് അല്ലെ. നമ്മൾ എപ്പിഡെർമിസിന്റെ ലെയേഴ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു 5 ലെയർ ഉണ്ട്. അതിൽ എല്ലാ ലെയറിലും നമ്മൾ പറഞ്ഞത് ഏത് സെൽസുകളായിരുന്നു? കെരാറ്റിനോസൈറ്റ്സുകളായിരുന്നു അല്ലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു സ്കിൻ എപ്പിഡെർമിസിനെ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ കെരാറ്റിനോസൈറ്റ്സ് തന്നെയാണ്. ഓക്കെ, എപ്പിഡെർമിസ് ലെയറിലെ 4 ടൈപ്സ് സെൽസുകൾ നോക്കിയാൽ കെരാറ്റിനോസൈറ്റ്സ് ഉണ്ട്, മെലാനോസൈറ്റ്സ് ഉണ്ട്, ലാംഗർഹാൻസ് സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ മെർക്കൽ സെൽസ് ഉണ്ട്. ഈ എപ്പിഡെർമൽ സെൽസിന്റെ 90% ആര് തന്നെയാണ്? കെരാറ്റിനോസൈറ്റ്സ് ആണ്. അത് ഏകദേശം 4 to 5 ലെയേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നത് മെലാനോസൈറ്റ്സ് ആണ്. മെലാനോസൈറ്റ്സ് എപ്പിഡെർമൽ സെൽസിന്റെ 8% ആണ് മെലാനോസൈറ്റ്സ് വരുന്നത്. ദെൻ ഈ ഒരു മെലാനോസൈറ്റ്സ് ആണ് നമ്മുടെ മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലാനോസൈറ്റ്സ് ആണ്. ഇനി ലാംഗർഹാൻസ് സെൽസ് ഉണ്ട്. ലാംഗർഹാൻസ് സെൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ they arise from red bone marrow and migrate to the epidermis. ഓക്കെ, റെഡ് ബോൺ മാരോയിലാണ് ഇവ അറൈസ് ചെയ്യുന്നത്. ദെൻ എന്നിട്ട് എപ്പിഡെർമിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മെർക്കൽ സെൽസ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ന്യൂമറസ് സെൽസ് ആണ്. they are located in the deepest layer of epidermis അല്ലെ. എപ്പിഡെർമിസിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറിലാണ് മെർക്കൽ സെൽസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് കെരാറ്റിനോസൈറ്റ്സ് ആണ്. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെലാനോസൈറ്റ്സുകളാണ്. ഇനി റെഡ് ബോൺ മാരോയിൽ അറൈസ് ചെയ്തിട്ട് എപ്പിഡെർമിസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സെൽസുകളാണ് ലാംഗർഹാൻസ് സെൽസ്. ദെൻ ലീസ്റ്റ് ന്യൂമറസ് സെൽസുകളാണ് മെർക്കൽ സെൽസ്. ഇത് എപ്പിഡെർമിസത്തിന്റെ ഡീപ്പസ്റ്റ് ലെയറിലായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം സ്കിൻ എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്കെലറ്റൽ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സ്കെലറ്റൽ സിസ്റ്റം. The skeletal system consists of dash bones അല്ലെ. എത്ര ബോൺസുകളാണ് ഒരു ഹ്യൂമൻ അഡൽട്ടിന്റെ സ്കെലറ്റൽ സിസ്റ്റത്തിൽ വരിക? എത്രയായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 206 ബോൺസുകളാണ് ഒരു ഹ്യൂമൻ അഡൽട്ടിന്. ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ അതിൽ കൂടുതൽ ബോൺസ് ഉണ്ട്. ദെൻ ഒരു ഹ്യൂമൻ അഡൽട്ട് ആവുന്ന ടൈമിൽ ബോൺസ് ഫ്യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലി കാണുന്നത് ഒരു 206 ബോൺസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ adult human skeleton system consists of 206 bones. Then at the time of birth നമുക്കൊരു nearly 270 bones present ആയിരിക്കും. ഈ ഒരു 270 bones നമ്മൾ ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് ഫൈനലി അഡൽട്ട് ആവുന്ന ടൈമിൽ 206 bones കാണുന്നത്. നമ്മുടെ ടോട്ടൽ ബോണിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ആക്സിയൽ സ്കെലറ്റണും അപ്പൻഡിക്കുലർ സ്കെലറ്റണും. ആക്സിയൽ സ്കെലറ്റനിൽ വരുന്ന ബോണിന്റെ എണ്ണമാണ് 80 നമ്പേഴ്സ്. അപ്പൻഡിക്കുലർ സ്കെലറ്റനിലാണെങ്കിൽ 126 നമ്പേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം 206 ബോണിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ആക്സിയൽ ആണെങ്കിൽ 80, അപ്പൻഡിക്കുലർ ആണെങ്കിൽ 126 ആയിരിക്കും വരുന്നത്. Then next question, which of these are the point of contact between bone and cartilage? ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോണിന്റെയും കാർട്ടിലേജിന്റെയും ഇടയിൽ വരുന്ന ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഏതാണ്? ടെൻഡൻസ്, ലിഗമെന്റ്സ്, ജോയിന്റ്സ്, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും ആൻസർ വരിക? ബോണോ കാർട്ടിലേജോ ആണ് വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് ജോയിന്റ്സ് ആണ് വരുന്നത്. ബോൺ ടു ബോൺ ആണെങ്കിൽ ലിഗമെന്റ്, ബോൺ ടു മസിൽ ആണെങ്കിൽ ടെൻഡൻസ്, ആൻഡ് ബോൺ ടു കാർട്ടിലേജ് ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ജോയിന്റ്സ്. ഈ ജോയിന്റ്സ് ബോൺ ടു കാർട്ടിലേജ് മാത്രമല്ല, ബോൺ ടു ബോണും എന്ത് തന്നെയാണ് വരുന്നത്? ജോയിന്റ്സ് തന്നെയാണ് വരുന്നത്. Then okay. Then next question, which of these joints do not show any movement അല്ലെ. ഒരു മൂവ്മെന്റും കാണിക്കാത്ത ടൈപ്പ് ജോയിന്റ്സ്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ജോയിന്റ്സുകൾ നമുക്ക് പ്രസന്റ് ആണ്. ഇതിൽ ഒരു ടൈപ്പ് മൂവ്മെന്റും കാണിക്കാത്ത ജോയിന്റ് ഇതിൽ ഏതാണ്? ഫൈബ്രസ്, സിനോവിയൽ ജോയിന്റ്സ്, പിവോട്ട് ജോയിന്റ്സ്, കാർട്ടിലേജിനസ് ജോയിന്റ്സ്. ഏത് ടൈപ്പ് ജോയിന്റ്സ് ആണ് മൂവ്മെന്റ് കാണിക്കാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലെ,
ഫൈബ്രസ് ജോയിന്റ്സുകൾക്കാണ് മൂവ്മെന്റ് ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ജോയിന്റ്സ് നോക്കിയാൽ ഫൈബ്രസ് ജോയിന്റ്സ് ഉണ്ട്, കാർട്ടിലേജിനസ് ജോയിന്റ്സ് ഉണ്ട്, സിനോവിയൽ ജോയിന്റ്സ് ഉണ്ട്. ഇതില് ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ് ആണ് ഫൈബ്രസ് ജോയിന്റ്സ്. ഇത് മെയിൻ ആയിട്ട് പ്രസന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ സ്കള്ളിലുള്ള സ്യൂച്ചേഴ്സ് ഇതിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഗോംബോസിസ് ജോയിന്റ്സ്. ഗോംബോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ടീത്തിനെ ഗമ്മിലോട്ട് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ജോയിന്റ്സ് ആണ് ഗോംബോസിസ് ജോയിന്റ്സ് എന്ന് പറഞ്ഞാൽ. ഇതിന് മൂവ്മെന്റ് ഒട്ടും തന്നെ കാണിക്കുന്നില്ല. ഇനി കാർട്ടിലേജിനസ് ജോയിന്റ്സ് ആണെങ്കിൽ സ്ലൈറ്റ്ലി മൂവബിൾ ആണ്. എക്സാമ്പിൾ പറഞ്ഞാല് സ്പൈൻ ഓർ റിബ്സ് കാർട്ടിലേജ്. സൈനോവിയൽ ജോയിന്റ്സ് ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള നമ്മുടെ ഹാൻഡിലും ലെഗിലും ഒക്കെ ഉള്ള ജോയിന്റ്സുകൾ. The next question, which of the following is a sesamoid bone? ഈ താഴെ പറയുന്നതിൽ ഏതാണ് സെസമോയിഡ് ബോൺ ആയിട്ട് വരുന്നത്? പെക്ടറൽ ഗിർഡിൽ, ടെറിഗോയിഡ്സ്, പെൽവിസ്, പാറ്റല്ല. ഏതാണ് സെസമോയിഡ് ബോൺസ് എന്ന് പറഞ്ഞാൽ? ആൻസർ വരുന്നത് പാറ്റല്ലയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബോണിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിയാൽ ബോൺസിനെ നമ്മൾ മൂന്നായിട്ട് നമ്മൾ ഒരു 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസുകൾ, ഇറഗുലർ ബോൺസുകൾ ആൻഡ് സെസമോയിഡ് ബോൺസുകൾ അല്ലെ. ഫസ്റ്റ് നമ്മൾ ലോങ് ബോൺസ് പറയുമ്പോഴത്തേക്കിന് അവയ്ക്ക് വിഡ്ത്തിനേക്കാളും കൂടുതൽ ലെങ്ത് ആയിരിക്കും കാണപ്പെടുക. അങ്ങനത്തെ ടൈപ്പ് ബോൺസ് ആണ് ലോങ് ബോൺസുകൾ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ പറഞ്ഞാൽ ഫീമർ, ടിബിയ, ഫിബുല, ഹ്യൂമറസ്, അൾന, റേഡിയസ്, ഫാലഞ്ചസ് ഇതെല്ലാം എന്താണ്, ലോങ് ബോൺ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഷോർട്ട് ബോൺസുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ലെങ്തും വിഡ്ത്തും അതിന് ഈക്വൽ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ക്യൂബ് ഷേപ്പ് ആയിരിക്കും വരുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് കാർപ്പലും ടാഴ്സലുകളും. ഇനി ഫ്ലാറ്റ് ബോൺസുകൾ എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിൾ വരുന്നത് ക്രേനിയൽ, സ്റ്റേർണം, റിബ്സ്, സ്കാപ്പുല ഒക്കെയാണ് വരുന്നത്. Thin and composed of two nearly parallel plates of compact bone tissue enclosing layer of spongy bone tissue അല്ലെ. ഒരു സ്പോഞ്ചി ബോൺ ടിഷ്യൂവിന്റെ ഉള്ളിലായിട്ട് തിൻ കമ്പോസ്ഡ് 2 പാരലൽ പ്ലേറ്റ്സിൽ വരുന്ന ബോൺസുകളാണ് ഫ്ലാറ്റ് ബോൺസുകൾ എന്ന് പറഞ്ഞാൽ. ദെൻ ഇറഗുലർ ബോൺസ് ഉണ്ട്. അപ്പം ഇവ എന്താണ്, ഇവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവക്ക് കോംപ്ലക്സ് ഷേപ്പ് ആയിരിക്കും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ലോങ് ബോണിലോ അല്ലെങ്കിൽ ഷോർട്ട് ബോണിലോ ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതാണ് ഇറഗുലർ ബോൺസ്. അതിന് എക്സാമ്പിൾസ് വെർട്ടിബ്രെ, ഹിപ്പ് ബോൺസ്, അതുപോലെ നമ്മുടെ ഫേസിലുള്ള ചില ബോൺസുകളാണ് അതിന് എക്സാമ്പിൾ വരുന്നത്. ഇനി സെസമോയിഡ് ബോൺസ് എന്ന് പറഞ്ഞാൽ എക്സസീവ് വിയർ ആൻഡ് ടിയറിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവയ്ക്ക് എന്തുണ്ടായിരിക്കും, ടെൻഡൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവയാണ് സെസമോയിഡ് ബോൺസുകൾ. അതിന് എക്സാമ്പിൾസ് ആണ് പറ്റല്ലെ, ഫൂട്ട് ആൻഡ് ഹാൻഡ്. ഓക്കെ, പറ്റല്ലെ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെസമോയിഡ് ബോൺസ് അല്ലെ. സെസമോയിഡ് ബോണിന് എക്സാമ്പിൾ ഏതാണ്, പറ്റല്ല. എന്താണ് പറ്റല്ല എന്ന് പറഞ്ഞാല് നമ്മുടെ നീല് പ്രസന്റ് ആയിരിക്കുന്ന ബോണാണ് പറ്റല്ല അല്ലെ. Then the smallest bone in the human body are found in which part? നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ നമ്മുടെ ബോഡിയിലെ ഏതൊരു പാർട്ടിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ആൻസർ ഇത് വരും ഹാൻഡ് ആണോ, ഇയർ ആണോ, ഫുട്ട്, സ്പൈൻ. എവിടെയായിരിക്കും ദ സ്മോളസ്റ്റ് ബോൺ ലൊക്കേറ്റ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഇയർ ആണ് വരുന്നത് അല്ലെ. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇയർ. അതായത് നമ്മുടെ ഇയറിൽ പ്രസന്റ് ആയിരിക്കുന്ന stapes bone located in the middle ear is considered as the shortest bone in the human body. And ഇതിന്റെ ഷേപ്പിനും പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഷേപ്പ് പറയുന്നത് ഒരു ഹോഴ്സ് ഷൂ ഷേപ്ഡ് ബോൺ എന്നാണ് പറയുന്നത്. നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് ഇന്നർ ഇയറിലേക്ക് സൗണ്ട് വേവ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന 3 ബോൺസുകളുണ്ട് അല്ലെ, മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. ഈ ഒരു സ്റ്റേപ്പിസ് ആണ് നമ്മുടെ ബോഡിയിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറഞ്ഞാൽ. ഏതായിരിക്കും നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലോങ്സ്റ്റ് ബോൺ വരുന്നത്? തൈ ബോൺ ആയിട്ടുള്ള ഫിമർ ആണ് ലോങ്സ്റ്റ് ബോൺ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നമുക്ക് മസ്കുലാർ ടിഷ്യൂ എന്നുള്ള പോർഷൻ ആണ് അല്ലെ. സ്കെലറ്റൽ സിസ്റ്റം കഴിഞ്ഞു, ദെൻ മസ്കുലാർ സിസ്റ്റം ആണ് പറയുന്നത്. The striated and involuntary muscles are. സ്ട്രൈറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇൻവോളണ്ടറി ആയിട്ടുള്ള മസിൽസ് ഇതിൽ ഏതാണ്? അപ്പോൾ സ്ട്രൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സ്ട്രയേഷൻസ് പ്രസന്റ് ആയിരിക്കുന്നതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ ഇൻവോളണ്ടറി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ കൺട്രോളിൽ അല്ലാതെ മൂവ് ചെയ്യുന്ന മസിൽസ് തന്നെയാണ് നമ്മൾ ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്.
അപ്പം അതിൽ സ്ട്രൈറ്റഡും ആണ് ഇൻവോളണ്ടറിയും ആയിട്ടുള്ള മസിൽസുകൾ ഏതാണ്? നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് സെൽസ് ആണ്: സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്. അപ്പം ഇത് മൂന്നിന്റെയും പ്രത്യേകത എന്താണ്? ഫസ്റ്റ് നമ്മൾ സ്കെലറ്റൽ മസിൽ എടുത്താൽ അതില് സ്ട്രയേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് എന്താണ്, വോളണ്ടറി ആണ് അല്ലെ, നമ്മൾ തനിയെ മൂവ് ചെയ്യിക്കുന്നതാണ്, വോളണ്ടറി മസിൽസ് ആണ്. അപ്പം ഇതല്ല ഓപ്ഷൻ വരുന്നത്. പിന്നെ നമ്മൾ സ്മൂത്ത് മസിൽസ് എടുത്താൽ ഇത് ഇൻവോളണ്ടറി ആണ്. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രോളിലല്ല അത് മൂവ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇതില് നോ സ്ട്രയേഷൻസ് ആണ് അല്ലെ, നോ സ്ട്രയേഷൻസ് ആണ്. സോ സ്മൂത്ത് മസിൽസും അല്ല ആൻസർ വരാം. പിന്നെ നമ്മൾ കാർഡിയാക് മസിൽസ് അല്ലെ, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത മസിൽസ് എടുത്താൽ ഇതില് സ്ട്രയേഷൻസും പ്രസന്റ് ആണ്, അതുപോലെ തന്നെ മൂവ്മെന്റ് വരുന്നത് എങ്ങനെയാണ്, ഇൻവോളണ്ടറി ആണ്. സോ അപ്പൊ ആൻസർ ഏത് വരും? കാർഡിയാക് മസിൽസ് വരും അല്ലെ. സ്ട്രയേറ്റഡ് ആൻഡ് ഇൻവോളണ്ടറി മസിൽസ് എന്ന് പറയുമ്പോൾ കാർഡിയാക് മസിൽസ് ആണ് ആൻസർ വരിക. The next question, knee bone is also called. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു knee bone എന്ന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ആൻസർ വരുന്നത് പറ്റല്ലയാണ്. knee bone ന്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെസമോയിഡ് ബോൺ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ചില ഇമ്പോർട്ടന്റ് നെയിംസ് നോക്കാം. ബോൺസിന്റെ ചില ഇമ്പോർട്ടന്റ് നെയിംസ് നോക്കിയാൽ knee bone is called patella, thigh bone is called femur. ഇനി നമ്മുടെ ആംഗിൾ ബോൺ ആണ് ടാർസൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആംഗിൾ ബോൺ, ലെഗിൽ ആംഗിൾ ബോൺ ആണ് ടാർസൽ. ദെൻ ഫിംഗേഴ്സിലെ ബോൺസുകളാണ് ഫാലഞ്ചസ്. റിസ്റ്റിലുള്ള ബോൺസുകളാണ് കാർപ്പൽസ്. ദെൻ അപ്പർ ആമിലുള്ളത്, ഓക്കെ, ഈ ഒരു പോർഷനിലുള്ളത് ഹ്യൂമറസ്. പാമിലുള്ളത് മെറ്റാകാർപ്പൽസ്. ദെൻ ഇയറിലുള്ള ബോൺസ് ആണ് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ ദ ഷോർട്ടസ്റ്റ് ബോൺ ഇൻ ദ ഹ്യൂമൻ ബോഡി ആണ് സ്റ്റേപ്പിസ് അല്ലെ. പിന്നെ തയ്യിലുള്ള ഫിമർ ആണ് ദ ലോങ്സ്റ്റ് ബോൺ. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ബോൺ നെയിംസ് വരുന്നത്. Then moving to the next question, 19th question, how many bones are there in human spinal column? നമ്മുടെ സ്പൈനൽ കോളത്തിൽ പ്രസന്റ് ആയിരിക്കുന്ന ബോൺസുകളുടെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ എ, 33 ആണ് വരുന്നത്. 33 ബോൺസുകളാണ് നമ്മുടെ സ്പൈനൽ കോളത്തിൽ വരുന്നത്. The human spinal column is made up of 33 bones and vertebrae separated by intervertebral discuകൾ അല്ലെ. ആ ഒരു വെർട്ടിബ്രയെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർവെർട്ടിബ്രൽ ഡിസ്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ വെർട്ടിബ്രയ്ക്കും അതിന്റെ ലൊക്കേഷൻ വെച്ചിട്ടാണ് നെയിം വരുന്നത്. മെയിൻ ആയിട്ട് 5 ടൈപ്സ് ആണ് വരുന്നത്. സെർവിക്കൽ വെർട്ടിബ്രെ ഒരു 7 നമ്പർ, തൊറാസിക് വെർട്ടിബ്രെ 12, ലുംബാർ വെർട്ടിബ്രെ 5, സാക്രൽ റീജിയനിലുള്ളത് സാക്രൽ വെർട്ടിബ്രെ, ദെൻ കോക്സിജിയൽ റീജിയനിലുള്ളത് കോക്സിജിയൽ വെർട്ടിബ്രെ. ഓക്കെ, അപ്പം മേഡപ്പ് ഓഫ് 33 ബോൺസ് ആണ് വരുന്നത്. Next question, during heavy exercise we get cramps in the legs due to the accumulation of. നമ്മൾ ഇങ്ങനെ ഹെവി ആയിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഗിലും അതുപോലെ ഹാൻഡിലും അല്ലെ മസ്കുലർ ഏരിയയിലൊക്കെ ക്രാംസ് വരാറുണ്ട്. ഇത് എന്ത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിന്റെ അക്യുമുലേഷൻ കൊണ്ടാണ് ഇതുപോലത്തെ ക്രാംസ് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ലാക്റ്റിക് ആസിഡ്, ആൽക്കഹോൾ, വാട്ടർ, ഏതിന്റെ പ്രസൻസിലായിരിക്കും നമുക്ക് ക്രാംസ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലാക്റ്റിക് ആസിഡ് ആണ്. കാരണം ഇങ്ങനെ എക്സസൈസ് ഹെവി ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്സിജൻ സപ്ലൈ അവിടെ കുറയും അല്ലെ. അങ്ങനെ നമ്മുടെ മസിൽസുകൾ അനറോബിക് റെസ്പിറേഷൻ ആണ് നടത്തുന്നത്. ഈ ഒരു അനറോബിക് റെസ്പിറേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവിടെ ലാക്റ്റിക് ആസിഡ്സ് മസിൽസിൽ ഫോം ചെയ്യും. ഈ ഒരു ലാക്റ്റിക് ആസിഡ് നമ്മുടെ മസ്കുലർ സെൽസിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് മസിൽ ക്രാംസുകൾ ഫോം ചെയ്യുന്നത്. സോ നമുക്ക് ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡുകളാണ്. Then next question, how many canine teeth does an adult human have? അപ്പോൾ ഒരു അഡൾട്ട് ഹ്യൂമനിലുള്ള canine teethന്റെ നമ്പേഴ്സ് എത്രയാണ്? ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, 4 ആണ് വരുന്നത്. canine teeth 4 എണ്ണമാണ് ഹ്യൂമൻ ബീങ്സിലുള്ളത്. ഹ്യൂമൻ ബീങ്സിൽ 4 ടൈപ്പ് ടീത്ത് ആണ്: ഇൻസിസേഴ്സ്, canine, molar ആൻഡ് പ്രീമോളാർസ്. ഇതില് ഈ ഫുഡ് ബൈറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു 8 നമ്പർ ഉണ്ടായിരിക്കും. ദെൻ ഫുഡിനെ ടിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന canines ആണ് 4 നമ്പറിങ് ആയിരിക്കും വരുന്നത്.
Then ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് മോളാഴ്സ് ആണ്, അത് 12 നമ്പർ. Then ഫുഡിനെ ക്രഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രീമോളേഴ്സ് ആണ്, അത് 8 നമ്പേഴ്സ് ആണ്. ഓക്കെ, ടീത്തിൻ നമ്പേഴ്സ് അറിഞ്ഞിരിക്കുക. ഇൻസിസേഴ്സും കനൈൻസും മോളാഴ്സും പ്രീമോളേഴ്സും, അത് 8 4 12 8 എന്നുള്ള രീതിയിലാണ് നമ്പറിങ് വരുന്നത്. ടോട്ടൽ നമ്പറിങ്, അതായത് രണ്ട് സൈഡിലേയും ഉള്ള നമ്പറിങ് ആണ് പറയുന്നത്. Then നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആ ഒരു സ്കെലറ്റൽ സിസ്റ്റം കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ബ്ലഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെയാണ് അല്ലെ, നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഹീമോപോയിസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ്, എന്താണ് ഹീമോപോയിസിസ് എന്ന് പറഞ്ഞാൽ? ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് സെൽ ഫോർമേഷൻ, ബ്ലഡ് സെൽ ഡിസ്ട്രക്ഷൻ, ബ്ലഡ് പ്ലാസ്മ പ്രൊഡക്ഷൻ. എന്തിനെയാണ് ഹീമോപോയിസിസ് എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബ്ലഡ് സെൽ ഫോർമേഷനെയാണ് നമ്മൾ ഹീമോപോയിസിസ് എന്ന് പറയുന്നത് അല്ലെ. പോയിസിസ് മീൻസ് ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഹെമാറ്റോപോയിസിസ് ഇറ്റ്സ് അതർവൈസ് കോൾഡ് ഹെമാറ്റോപോയിസിസ്, which is the process of blood cell production occurs in the different part of the body depending on the stage of life and the location of blood cells being produced. അപ്പോൾ ഈ ഒരു ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഹീമോപോയിസിസ് നമ്മുടെ ബോഡിയിലെ ഏതൊരു പാർട്ടിലാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമുക്ക് ഡിഫറെന്റ് ഏരിയയിലും ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ നടക്കാറുണ്ട് അല്ലെ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്? നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് പറയുന്നത് ബോൺ മാരോ അല്ലെ. നമ്മുടെ അഡൽട്ടിലെ ഹെമാറ്റോപോയിസിന്റെ ഒരു മെയിൻ സൈറ്റ് ആണ് ബോൺ മാരോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സെൻട്രൽ ബോണിന്റെ സെൻട്രൽ ക്യാവിറ്റിയിലാണ് ബോൺ മാരോ കാണപ്പെടുന്നത്. In children, hematopoiesis occurs in long bones like thigh bones. ചിൽഡ്രനിലാണെങ്കിൽ എവിടെയാണ്? തൈ ബോൺസിന്റെ ഉള്ളിലായിരിക്കും ഹെമാറ്റോപോയിസിസ് കാണപ്പെടുന്നത്. അഡൾട്ടിലാണെങ്കിൽ സ്പൈൻ, ഹിപ്സ്, റിബ്സ്, സ്കൾ ആൻഡ് ബ്രസ്റ്റ് ബോണിലൊക്കെ ആയിരിക്കും ഈ ഒരു ഹെമാറ്റോപോയിസിസ് നടക്കുന്നത്. ഇനി ലിവർ ആൻഡ് സ്പ്ലീൻ, എപ്പോഴാണ് ലിവർ ആൻഡ് സ്പ്ലീനിൽ ഹെമാറ്റോപോയിസിസ് നടക്കുന്നത്? അതായത് ബിഫോർ ബർത്ത്, നമ്മുടെ ഫീറ്റൽ സ്റ്റേജിൽ ലിവർ ആൻഡ് സ്പ്ലീനിലായിരിക്കും ഹെമാറ്റോപോയിസിസ് നടക്കുന്നത്. ഇനി യോക്ക് സാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സൈറ്റ് ഓഫ് എറിത്രോപോയിസിസ് ആണ് യോക്ക് സാക്ക് എന്ന് പറഞ്ഞാൽ. അതായത് ആ ഒരു ജസ്റ്റേഷന്റെ 3 to 6 വീക്ക് അല്ലെ, ആ ഒരു പ്രഗ്നൻസി ടൈമിൽ ഫസ്റ്റ് നടക്കുന്നത് ഈ ഒരു യോക്ക് സാക്കിലായിരിക്കും എറിത്രോപോയിസിസ് നടക്കുന്നത്. ഓക്കെ, then next question, identify the condition where a blood clot forms in the circulatory system. നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്ന ആ ഒരു കണ്ടീഷന് പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ആ ഒരു ഇതിനെ എന്താണ് പറയുന്നത്? ത്രോംബസ്, സ്ട്രോംബസ്, ഹെമറ്റോമ, നൺ ഓഫ് ദ എബോവ്. ഏതാണ് ആൻസർ വരുന്നത്? നമ്മുടെ ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലെ. ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് ഇറ്റ്സ് കോൾഡ് ആസ് ത്രോംബസ്. ത്രോംബസിനെയാണ് നമ്മൾ ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. Then next question, what is the main function of white blood cells in the body? WBC യുടെ നമ്മുടെ ബ്ലഡിലെ പ്ലാസ്മ സെൽസിലെ ടൈപ്പ് ആണ് WBCs. ഈ ഒരു WBCsന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടിംഗ് ഓക്സിജൻ, ഫൈറ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഫോറിൻ ഇൻവേഡേഴ്സ്, ക്ലോട്ടിംഗ് ബ്ലഡ്, ക്യാരിങ് ന്യൂട്രിയൻസ്. ഏതായിരിക്കും നമ്മുടെ WBCയുടെ മെയിൻ ഫംഗ്ഷൻസ് വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഫൈറ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫോറിൻ ഇൻവേഡേഴ്സ് എന്നാണ് WBC അറിയപ്പെടുന്നത്. അപ്പോൾ WBC ഇറ്റ്സ് അതർവൈസ് കോൾഡ് ല്യൂക്കോസൈറ്റ്സ് ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട് ദ ബോഡി ഫ്രം ഇൻഫെക്ഷൻ ആൻഡ് ഡിസീസസ്. ഇനി നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ്സുകളും അതുപോലെ തന്നെ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന പ്രോട്ടീൻസുകളുമായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും WBCയുടെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? നമ്മുടെ ബോഡിയെ ഇൻഫെക്ഷൻസിൽ നിന്നും ഡിസീസസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. Then next question, anemia is a condition characterized by. അനീമിയ എന്ന് പറയുന്ന ഒരു ഡിസോർഡറിന്റെ പ്രത്യേകത എന്താണ്? ഹൈ RBC കൗണ്ട്, ലോ WBC കൗണ്ട്, ലോ HB ലെവൽസ്, ഓവർ പ്രൊഡക്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. എന്തായിരിക്കും അനീമിയ എന്ന് പറഞ്ഞാൽ? വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ഹീമോഗ്ലോബിൻ ലെവൽസ് അല്ലെ.
നമുക്ക് ഹീമോഗ്ലോബിൻ ലെവൽസ് കുറയുന്ന കണ്ടീഷനാണ് അനീമിയ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം ലോ RBC കൗണ്ട് എന്നും പറയും. ഓക്കെ, RBC കൗണ്ട് കുറയുന്നതാണ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന കണ്ടീഷനാണ് അനീമിയ എന്ന് പറഞ്ഞാൽ. A condition in which the blood doesn't have healthy red blood cells, അല്ലെ, ഇനഫ് ആയിട്ടുള്ള ഹെൽത്തി റെഡ് ബ്ലഡ് സെൽ ഇല്ലാത്ത കണ്ടീഷനാണ് അനീമിയ എന്ന് പറഞ്ഞാല്. And this lead to reduce oxygen flow to the body's organ. അപ്പോൾ നമ്മൾ ബ്ലഡിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് പറഞ്ഞപ്പോൾ നേരത്തെ കണ്ടിരുന്നു ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഉള്ള സെൽസുകളാണ് ഹീമോഗ്ലോബിൻസ്. അപ്പം ഈ ഒരു ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ അതർ ഓർഗൻസിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ അവിടെ എത്താണ്ട് വരും. ഓക്കെ, അതാണ് അനീമിയയുടെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല്. അതുപോലെ സിംറ്റംസ് വരുന്നത് ഫെറ്റീഗ്, സ്കിൻ പാലർ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ലൈറ്റ് ഹെഡഡ്നെസ്, ഡിസിനെസ്, ഫാസ്റ്റ് ഹാർട്ട് ബീറ്റ് ഒക്കെയാണ് സിംറ്റംസിൽ പറയുന്നത്. Okay, then next question. The ABO blood grouping system is based on the presence or absence of specific. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗിൽ ഇതിൽ എന്തിൻ്റെങ്കിലും പ്രസൻസോ ആബ്സെൻസോ കൊണ്ടാണോ നമ്മൾ ഈ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കുന്നത്, അല്ലെ? HB വേരിയൻസ്, ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് മാർക്കേഴ്സ്, WBC കൗണ്ട്, ഇതിൽ ഏത് ബേസിസിലായിരിക്കും നമ്മൾ ABO ആ ഒരു ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം എടുക്കുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ. നമ്മുടെ പ്ലാസ്മയിൽ പ്രസന്റ് ആയിരിക്കുന്ന ആന്റിബോഡീസ് ഏതാണോ എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് A ആണോ B ആണോ O ആണോ എന്ന് തീരുമാനിക്കുന്നത്. The ABO blood group system is a way to classify human blood into 4 main types based on the presence of absence of antigens on the RBCs, അല്ലെ? നമ്മുടെ RBC സെൽസുകൾ, അതായത് പ്ലാസ്മ സെല്ലിൽ പ്രസന്റ് ആയിരിക്കുന്ന ആന്റിജൻ ആന്റിബോഡി ബേസിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ABO ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ഇതിൽ എയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എയിൽ പ്രസന്റ് ആയിരിക്കുന്നത് A ആന്റിജൻ ആയിരിക്കും. സോ പ്ലാസ്മയിലുള്ളത് ആന്റിബോഡി B ആയിരിക്കും. ഇനി B ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ RBCയിൽ പ്രസന്റ് ആയിരിക്കുന്നത് B ആന്റിജൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാസ്മയിൽ പ്രസന്റ് ആയിരിക്കുന്നത് ആന്റിബോഡി A ആയിരിക്കും, പ്ലാസ്മയിൽ പ്രസന്റ് ആയിരിക്കുന്നത്. ഇനി ഓയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവിടെ രണ്ട് ടൈപ്പ് ആന്റിജൻസ്, അതായത് എയും ഇല്ല അതുപോലെ തന്നെ ബിയും ഇല്ല. സോ രണ്ട് ടൈപ്പ് ആന്റിബോഡിയും ഇവിടെ പ്രസന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് എന്താവുന്നത്? ആന്റിബോഡീസ് രണ്ടും പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ ഓയിലേക്ക് മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റാതെ, അല്ലെ? അതുകൊണ്ട് O ഇറ്റ് ഈസ് കോൾഡ് ആസ് യൂണിവേഴ്സൽ ഡോണർ ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ്. എബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ടൈപ്പ് ആന്റിജൻസും ഉണ്ട്, പക്ഷെ ഒരു ടൈപ്പ് ആന്റിബോഡീസും അവിടെ പ്രസന്റ് അല്ല. സോ നമുക്ക് എബിക്ക് ആരിൽ നിന്ന് വേണേലും എന്ത് ചെയ്യാം? ബ്ലഡ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് കോൾഡ് ആസ് യൂണിവേഴ്സൽ റിസീവർ. എബി ആണ് യൂണിവേഴ്സൽ ബ്ലഡ് റിസീവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡിയുടെ പ്രസൻസ് ആണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്. Then moving to the next question, which of the following is a disorder characterized by deficiency of a clotting factor result in prolonged bleeding after injury? അപ്പോൾ ഇതിൽ ഏതൊരു ഡിസോർഡറിലാണ് നമ്മുടെ എന്തെങ്കിലും ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസി മൂലം ബ്ലീഡിങ് നടക്കുന്നത്, അല്ലെ? അതായത് ഒരു ചെറിയ ഇഞ്ചുറി വന്നാൽ തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാതെ ഹൈലി ബ്ലീഡിങ് ഉണ്ടാവുന്ന കണ്ടീഷൻ ഇതിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഹീമോഫീലിയ ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഹീമോഫീലിയ ആണ് വരുന്നത്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, അല്ലെ? അതായത് നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്സ് പ്രസന്റ് ആവാതെ ഇരിക്കുക, അതുവഴി എന്തുണ്ടാവുന്നു? ബ്ലീഡിങ് ഉണ്ടാവുന്നു, അല്ലെ? അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് അവിടെ പ്രിവെന്റ് ചെയ്യുന്നു. ദെൻ ഹീമോഫീലിയ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹീമോഫീലിയ എയും ഹീമോഫീലിയ ബിയും. ഹീമോഫീലിയ എയിൽ എന്ന് പറഞ്ഞാല് ക്ലോട്ടിംഗ് ഫാക്ടർ 8ന്റെ എമൗണ്ട് ആണ് അവിടെ കുറവ്. F8 ജീനിൽ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ മൂലമായിരിക്കും ഈ ഒരു ഹീമോഫീലിയ എ ഫോം ചെയ്യുന്നത്. ഇനി ഹീമോഫീലിയ ബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ക്ലോട്ടിംഗ് ഫാക്ടർ 9 ആയിരിക്കും ആബ്സെന്റ് ആയിരിക്കുന്നത്. ഈ ഒരു ക്ലോട്ടിംഗ് ഫാക്ടറിന്റെ പേരാണ് ക്രിസ്മസ് ഫാക്ടർ. സോ ഈ ഒരു ഡിസീസസിനെ നമ്മൾ ക്രിസ്മസ് ഡിസീസസ് എന്നും അറിയാറുണ്ട്. ഹീമോഫീലിയ ബി രണ്ട് ടൈപ്പ് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ എയിലാണെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 8ഉം ഹീമോഫീലിയ ബിയിലാണെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 9ഉം ആയിരിക്കും ആബ്സെന്റ് ആയിരിക്കുന്നത്.
ദെൻ ബ്ലഡ് സിസ്റ്റം കഴിഞ്ഞു. ഇനി പറയുന്നത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ലിംഫാറ്റിക് സിസ്റ്റം? ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ട്, ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട്, ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ഫ്ലൂയിഡ് ബാലൻസ്, ബ്ലഡ് ക്ലോട്ടിംഗ്. എന്താണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. ഫ്ലൂയിഡ് ബാലൻസും ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാവുന്ന ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഫ്ലൂയിഡ് ബാലൻസ് ആണ് അല്ലെ. എങ്ങനെയാണ് ഇത് ഫ്ലൂയിഡ് ബാലൻസ് ചെയ്യാം? അതായത് നമ്മുടെ ബ്ലഡ് ഡിഫറെന്റ് ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് ടിഷ്യൂസിലേക്ക് എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസും ഓക്സിജൻസും സപ്ലൈ ചെയ്യുന്നു. അപ്പം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂസിലേക്ക് കുറച്ചധികം ബ്ലഡ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ അവിടെ എന്താവുന്നു? ഫ്ലൂയിഡ് കണ്ടന്റ് കൂടുന്നു. അപ്പൊ നമ്മുടെ ടിഷ്യൂസിൽ ഇതുപോലെ ഫ്ലൂയിഡ് കണ്ടന്റ് കൂടിയാൽ അവിടെ ആ ഒരു പ്രഷർ കൂടിയിട്ട് അത് ബേസ്റ്റ് ആയി പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്ലൂയിഡ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അവിടെ നിന്ന് ലിംഫാറ്റിക് സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത്. ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റംസ് ടിഷ്യൂസിലുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. അങ്ങനെ കളക്ട് ചെയ്തിട്ട് അത് നേരെ ബ്ലഡുമായിട്ട് റീച്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കുന്നു. ഇതാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി. ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും യുണീക് പോർട്ട് ആയിരിക്കും. അതായത് സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്ന് ബ്ലഡിലേക്ക് മാത്രമായിരിക്കും ഇതിന്റെ ഫ്ലോ ഉള്ളത് അല്ലെ. അല്ലാതെ ഒരു റിവേഴ്സ് ഫ്ലോ അവിടെ ഇല്ല. ഒറ്റ മൂവ്മെന്റ് ആയിരിക്കും. അതായത് യൂണിപോർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ഇതാണെങ്കിൽ ഈ ഒരു ദിശയിലേക്ക് മാത്രമായിരിക്കും ഇവിടെ ടിഷ്യൂസിൽ നിന്നുള്ള എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ ബ്ലഡ് വെസൽസിലേക്ക് എത്തിക്കുക അല്ലെ. ഒരു യൂണിപോർട്ട് സിസ്റ്റം ആണ് ലിംഫാറ്റിക് സിസ്റ്റം. അപ്പൊ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ബോഡി ഫ്ലൂയിഡിന്റെ ബാലൻസ് ആണ് വരുന്നത് അല്ലെ. ടിഷ്യൂസിൽ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നീക്കുന്ന ആൾക്കാരാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ WBCs പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഇമ്മ്യൂൺ റെസ്പോൺസും വരുന്നത്. The next question, which of the following is not considered as a lymphatic organ? ഇതില് ലിംഫാറ്റിക് ഓർഗൻ അല്ലാത്തത് ഏതാണ്? ടോൺസിൽസ്, സ്പ്ലെയിൻ, ലിവർ, തൈമസ്. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഈസ് ഓപ്ഷൻ സി, ലിവർ ആണ് വരുന്നത് അല്ലെ. ലിംഫാറ്റിക് ഓർഗൻ അല്ലാത്തതാണ് ലിവർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ലിംഫാറ്റിക് ഓർഗൻ നോക്കിയാൽ ഫസ്റ്റ് പറയാം തൈമസ്. തൈമസ് ഇറ്റ്സ് സൈറ്റ് ഫോർ ദ മെച്ചുറേഷൻ ഓഫ് ലിംഫോസൈറ്റ് കോൾഡ് ആസ് T cells. T സെൽസിന്റെ മെച്ചുറേഷന് ഹെൽപ്പ് ചെയ്യുന്ന സൈറ്റ് ആണ് തൈമസ് എന്ന് പറഞ്ഞാല്. ഇനി ബോൺ മാരോയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ T സെൽസിന്റെ പ്രീകർസേഴ്സിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ B സെൽ മെച്ചുറേഷനും പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നത് ബോൺ മാരോ ആണ്. ബോൺ മാരോയിലാണ് T സെൽസിന് വേണ്ടിയിട്ടുള്ള പ്രീകർസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ B സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും മെച്ചുറേറ്റ് ചെയ്യുന്നതും ഈ ഒരു ബോൺ മാരോയിൽ വെച്ചിട്ടാണ്. Then spleen എന്താണ്? It is the graveyard of RBCs അല്ലെ. RBCs ഒരു 120 ഡേ ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലീനിൽ വെച്ചിട്ടാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ എക്സസ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സിനെ ഈ ഒരു സ്പ്ലീൻ സ്റ്റോർ ചെയ്ത് വെക്കുകയും ക്ലോട്ടിങ്ങിന്റെ ഒക്കെ ടൈമിൽ ഇതിനെ അങ്ങോട്ട് റിലീസ് ചെയ്യാറുമുണ്ട് സ്പ്ലീൻ. Then lymph നോഡുകൾ എന്ന് പറഞ്ഞാൽ ബീൻ ഷേപ്ഡ് ടിഷ്യൂസ് ആണ്. നമ്മുടെ ആ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിന്റെ ഇടയിൽ കാണപ്പെടുന്ന ബീൻ ഷേപ്ഡ് ടിഷ്യൂസ് ആണ്. ഇവ നമ്മുടെ ബ്ലഡിലുള്ള ആന്റിബോഡീസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുവഴി ജേംസിനെതിരെ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then ടോൺസിൽസിലും എന്താണ്? WBC പ്രസന്റ് ആണ്. സോ ജേംസിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ടോൺസിൽസ്. ഓക്കെ, അപ്പം നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓർഗൻസ് ആണ് തൈമസ്, ബോൺ മാരോ, സ്പ്ലീൻ, ലിംഫ് നോഡ് ആൻഡ് ടോൺസിൽസ്. Then moving to the next question, where the thoracic duct empty into the circulatory system? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എവിടേക്കാണ് thoracic duct എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ലിംഫ് ക്യാരി ചെയ്യുന്ന സ്ട്രക്ചർ ആണ്. അത് എങ്ങോട്ടാണ് ഓപ്പൺ ആവുന്നത് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിനിലേക്കാണ് ഈ ഒരു thoracic duct ഓപ്പൺ ചെയ്ത് ആ ഒരു ഫ്ലൂയിഡ് ഇംബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. thoracic duct എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ മേജർ ലിംഫാറ്റിക് വെസൽ ആണ് കേട്ടോ thoracic duct. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ലോവർ ഹാഫ് ഓഫ് ദ ബോഡിയിൽ നിന്നും
അതുപോലെ തന്നെ ലെഫ്റ്റ് അപ്പർ ലിംബിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡ്രെയിനിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് തൊറാസിക് ഡക്റ്റുകൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ സെൻസ് ഓർഗനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് സെൽസ്, ടിഷ്യൂസ്, അതുപോലെ തന്നെ സ്കെലറ്റൽ സിസ്റ്റംസ് ആൻഡ് ബ്ലഡും ലിംഫും ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെൻസ് ഓർഗനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചേഞ്ച് ഫോക്കൽ ലെങ്ത് ഓഫ് ഹ്യൂമൻ ഐ ഈസ് കോസ്ഡ് ഡ്യൂ ടു, അല്ലെ, നമ്മുടെ ഹ്യൂമൻ ഐയിൽ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? പ്യൂപ്പിള്, കോർണിയ, സിലിയറി മസിൽസ്, നൺ ഓഫ് ദ എബോവ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സിലിയറി മസിൽസ്, അല്ലെ. സിലിയറി മസിൽസ് ആണ് നമ്മൾ ലെൻസിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്. സോ ആ ഒരു സിലിയറി മസിൽസ് ആണ് ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യാനും അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി പ്യൂപ്പിളിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്യൂപ്പിളിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഐയിലേക്ക് എൻ്റർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ലൈറ്റിനെ റെഗുലേറ്റ് ചെയ്യാണ് പ്യൂപ്പിൾ ചെയ്യുന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞാല്. ഇനി കോർണിയയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്പെറന്റ് ഡം ഷേപ്ഡ് സർഫസ് ഓഫ് ദ ഐ, അല്ലെ. ഐ സർഫസിലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡം ഷേപ്ഡ് പോർഷൻ ആണ് കോർണിയ. അപ്പൊ നമ്മുടെ ഐസിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു കോർണിയ വഴിയാണ്. അതുപോലെ തന്നെ കോർണിയ ആണ് നമ്മുടെ ലൈറ്റിനെ എൻ്റർ ചെയ്തിട്ട് അതിന് നേരെ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. കാരണം റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷൻ എപ്പോഴും സക്സസ്ഫുൾ ആവുന്നത്. റെറ്റിനയിലാണ് ഡിഫറെന്റ് ടൈപ്സ് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് പ്രസന്റ് ആയിരിക്കും. അപ്പോൾ റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെറ്റിനയിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഈ ഒരു കോർണിയ വഴിയാണ്. The next question, the region of the vertebrate eye where the optic nerve passes out of the retina. അപ്പോൾ നമുക്കറിയാം, നമുക്ക് വിഷൻസ് സക്സസ് ആവണമെങ്കിൽ റെറ്റിന അല്ലെങ്കിൽ ഐയിൽ നിന്ന് കിട്ടുന്ന ഇമേജസിനെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തിക്കണം, അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ക്യാരി ചെയ്യുന്നത് ഒപ്റ്റിക് നെർവുകളാണ്. ഈ ഒരു ഒപ്റ്റിക് നെർവ് ഐയിലെ അല്ലെങ്കിൽ റെറ്റിനയിലെ ഏതൊരു പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫോവിയ, ഐറിസ്, ബ്ലൈൻഡ് സ്പോട്ട്, ഒപ്റ്റിക് കയാസ്മ. ഏതൊരു പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബ്ലൈൻഡ് സ്പോട്ട്, അല്ലെ. ഐയുടെ ഏറ്റവും ബാക്കിലായിട്ടുള്ള റെറ്റിന പോർഷൻ ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ടിൽ നിന്നാണ് ഒപ്റ്റിക് നെർവ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ റെറ്റിനയിലെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു, റോഡ് സെൽസും കോൺ സെൽസും പ്രസന്റ് ആണെന്ന്. പക്ഷെ റെറ്റിനയിലെ ഈ ഒരു പോർഷൻ, അതായത് ബ്ലൈൻഡ് സ്പോട്ടില് ബോത്ത് റോഡ് സെൽസുകളും കോൺ സെൽസുകളും എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്നാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് റൈസ് ചെയ്തിട്ട് നേരെ ബ്രെയിനിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ദിസ് ഈസ് സിലിയറി ബോഡി ആൻഡ് ദിസ് ഈസ് ഐറിസ്, പ്യൂപ്പിള്, നമ്മൾ പറഞ്ഞു കോർണിയ, അല്ലെ. ട്രാൻസ്പെറന്റ് ഡോം ഷേപ്ഡ് പോർഷൻ ആണ്. ദെൻ ലെൻസ് ഉണ്ട്, ലെൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് ലിഗമെന്റ്സ് ഉണ്ട്. ദെൻ ഔട്ടർ മോസ്റ്റ് ലെയർ സ്ക്ലിയറ ഉണ്ട്, കൊറോയിഡ്സ് ഉണ്ട്. കൊറോയിഡ്സിലാണ് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നത്. ദെൻ ഇന്നർമോസ്റ്റ് ലെയർ ആണ് റെറ്റിന. ദെൻ ഫോവിയ. ഫോവിയ എന്താണ്? ഈ റെറ്റിനയിൽ കാണപ്പെടുന്ന ഈ പോർഷൻ ആണ് ഫോവിയ സെൻട്രാലിസ് എന്ന് പറയുമ്പോൾ. ഇറ്റ് ഈസ് എ പിറ്റ് ഓർ ഡിപ്രഷൻ where the corn cells are present and rod cells are absent. കോൺ സെൽസുകൾ പ്രസന്റ് ആയിരിക്കുകയും അതുപോലെ തന്നെ റോഡ് സെൽസുകൾ ആബ്സെന്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന റെറ്റിനയിലെ ഒരു ഡിപ്രഷനെയാണ് നമ്മൾ ഫോവിയ അല്ലെങ്കിൽ ഫോവിയ സെൻട്രാലിസ് എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക് കയാസ്മ. ഒപ്റ്റിക് കയാസ്മ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ വിഷ്വൽ ഇൻഫർമേഷൻ കൺവേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ ആണ് ഒപ്റ്റിക് കയാസ്മ. നമ്മൾ എന്താണ് കണ്ടത്, അല്ലെ, അതിനെ നമുക്ക് കൺവേ ചെയ്തു തരുന്ന പോർഷൻ ആണ് ഒപ്റ്റിക് കയാസ്മ. The next question, color blindness is due to defect in. അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത് എന്തിനുള്ള ഡിഫക്റ്റ് കൊണ്ടിട്ടാണ്? ഓപ്ഷൻ എ, കോൺസ്, റോഡ്സ് ആൻഡ് കോൺസ്, റോഡോപ്സിൻ. ഏതിന്റെ ഡിഫക്റ്റ് മൂലമാണ് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, കോൺസ്, അല്ലെ. കോൺസിലുള്ള ഡിഫക്റ്റ് മൂലമാണ് കളർ ബ്ലൈൻഡ്നെസ് വരുന്നത്. ഇനി റോഡ് സെൽസുകളാണ് ഡിഫക്റ്റ് എങ്കിൽ എന്താ വരുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, അല്ലെ, വരുന്നത്. അതായത് ഡിം ലൈറ്റിൽ വിഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് റോഡ് സെല്ലുകൾ. ഈ ഒരു റോഡ് സെല്ലുകളിൽ എന്തെങ്കിലും ഡാമേജ് വന്നാലും നമുക്ക് അതുവഴി നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും.
അപ്പൊ കോൺസ് പറഞ്ഞാല് ദേ ആർ ലെസ് സെൻസിറ്റീവ് ടു ലൈറ്റ് ദാൻ റോഡ് സെൽസ് ബട്ട് അലോ ദ പെർസെപ്ഷൻ ഓഫ് കളർ. അപ്പോ ലൈറ്റ് സെൻസിറ്റിവിറ്റി കുറഞ്ഞ സെൽസുകളാണ് കോൺ സെൽസ്. പക്ഷെ നമുക്ക് ആ ഒരു കളേഴ്സിനെ തമ്മിൽ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു കോൺസ് ആണ്. ഇതിൽ 3 ടൈപ്പ് പിഗ്മെന്റ്സ് ആണ്, എസ് കോണ്, എം കോണ്, എൽ കോൺ. ഡിഫറെന്റ് ടൈപ്സ് ആണ് വരുന്നത്. ഇതിൽ എസ് കോൺ ആണ് ബ്ലൂ അബ്സോർബ് ചെയ്യുക, എം കോൺ അബ്സോർബ് ഗ്രീൻ ആൻഡ് എൽ കോൺ അബ്സോർബ്സ് റെഡ്. ദെൻ അപ്പൊ നമ്മുടെ ഐ എന്ന് പറയുന്ന ഒരു പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇയർ ആണ്. ദ ഡാഷ് കളക്ട് സൗണ്ട് ഫ്രം സറൗണ്ടിങ്സ്. നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് സൗണ്ട് കളക്ട് ചെയ്യുന്ന ഇയറിന്റെ പോർഷൻ ഏതാണ്? ഓഡിറ്ററി നെർവ്, ടിമ്പാനിക് മെംബ്രെയിൻ, കോക്ലിയ, പിന്നം. ഏതാണ് വരുന്നത്? ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോർഷൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, പിന്നെയാണ് വരുന്നത്. പിന്നെ ഈസ് അതർവൈസ് കോൾഡ് ഓറിക്കിൾ. പിന്നയുടെ മറ്റൊരു പേരാണ് ഓറിക്കിൾ എന്ന് പറഞ്ഞാല്. ഇനി പിന്നെ കഴിഞ്ഞു വരുന്ന നെക്സ്റ്റ് പോർഷൻ ആണ് ടിമ്പാനിക് മെംബ്രെയിൻ അല്ലെ. ടിമ്പാനിക് മെംബ്രെയിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇയറിനെ എടുത്താല് ഇയറിന് ഒരു എക്സ്റ്റേണൽ പോർഷൻ ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഉണ്ട്, ഒരു ഇന്നർ പോർഷൻ ഉണ്ട്. എക്സ്റ്റേണൽ പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് നിൽക്കുന്നത് പിന്നെയായിരിക്കും. ഈ ഒരു പിന്നെന്ന് കണക്ട് ചെയ്തുകൊണ്ട് ടിമ്പാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് പോകുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ആ ഒരു സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്ന പോർഷൻ ആണ് ആ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ. ദെൻ അതിന്റെ എൻഡിലായിട്ട് ടിമ്പാനിക് മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയും. ദെൻ ഈ ഒരു ഇയർ ഡ്രം ആണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ. ദെൻ എക്സ്റ്റേണൽ ഇയർ കഴിഞ്ഞു, അതിന് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ മിഡിൽ ഇയറിൽ കാണപ്പെടുന്നത് ബോൺസുകളാണ് അല്ലെ. മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ്. അവ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കളക്ട് ചെയ്ത് എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് കളക്ട് ചെയ്ത സൗണ്ട് വേവിനെ നേരെ ഇന്നർ ഇയറിലേക്ക് എത്തിക്കുന്ന പോർഷൻ ആണ് മിഡിൽ ഇയറിലെ ആ ഒരു ബോൺസിന്റെ പ്രത്യേകത. ഇന്നർ ഇയറിലെ പോർഷൻ ആണ് കോക്ലിയ, അത് നമ്മുടെ ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓഡിറ്ററി നെർവുകളുടെ പ്രത്യേകത എന്താണ്? ബ്രെയിനിലേക്ക് ആ ഒരു ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന പോർഷൻ ആണ് ഓഡിറ്ററി നെർവുകൾ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സറൗണ്ടിങ്സിൽ നിന്ന് സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യുന്നത് പിന്നെയാണ് ആൻസർ വരുന്നത്. Then next question, where is the oval window attached? ഇതിൽ ഓവൽ വിൻഡോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? കോക്ലിയ, യൂസ്റ്റേഷ്യൻ ട്യൂബ്, മീറ്റസ്, പിന്നം. എവിടേക്കാണ് ഓവൽ വിൻഡോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഓവൽ വിൻഡോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോക്ലിയയിലേക്കാണ്. ഇന്നർ പോർഷനിലായിട്ടുള്ള കോക്ലിയയിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാം അല്ലെ. ഇതാണ് നമ്മുടെ കോക്ലിയ വരുന്നത്. ദെൻ കോക്ലിയയെ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോക്ലിയക്ക് തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് ബോൺസുകൾ വരുന്നുണ്ട്. ദെൻ അതിന് ഉള്ളിൽ ഇടക്കായിട്ടാണ് ഈ ഒരു ഓവൽ വിൻഡോ അല്ലെ, അല്ലെങ്കിൽ റൗണ്ട് വിൻഡോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓവൽ വിൻഡോ മിഡിൽ ഇയറിലാണെങ്കിൽ ശരിക്കും സ്റ്റേപ്പിസിനോടും കണക്ട് ചെയ്യുന്നുണ്ട്, ഇന്നർ ഇയർ ആണെങ്കിൽ കോക്ലിയോടും കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റേപ്പിസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കോക്ലിയ സെലക്ട് ചെയ്തത്. ഇനി ഇവിടെ സ്റ്റേപ്പിസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടും ആൻസർ വന്നേനെ. ഓക്കെ, അപ്പൊ ഓവൽ വിൻഡോ രണ്ടിലും കണക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ആൻസർ വരുന്നത് കോക്ലിയ ആണ്. Then next question, which of the following part of the human body contains gustatory receptors? ഈ ഹ്യൂമൻ ബോഡിയിലെ ഏതൊരു പാർട്ടിലാണ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കുന്നത് അല്ലെ? ഐ, നോസ്, ടങ്, സ്കിൻ. ഏത് പോർഷനിലാണ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ഉള്ളത്? എന്താണ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ടങ്ങിലാണ് ഈ ഒരു ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് പ്രസന്റ് ആയിരിക്കുന്നത്. ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ് ഡിറ്റക്ട് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്. ഇനി നോസിൽ പ്രസന്റ് ആയിരിക്കുന്ന ഏതാണ്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. നമ്മൾ ആ ഒരു റിസപ്റ്റേഴ്സിന്റെ നെയിം ഒന്ന് അറിഞ്ഞിരിക്കുക അല്ലെ, പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന പോർഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the complete loss of smell are called. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്മെൽ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നഷ്ടപ്പെടുന്ന കണ്ടീഷൻ പറയുന്ന പേരെന്താണ്? അനോസ്മിയ, ഹൈപ്പോസ്മിയ, ഹൈപ്പറോസ്മിയ, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ വരുന്നത്? ലോസ് അല്ലെ. എന്തിന്റെങ്കിലും ആബ്സെൻസ് വരുമ്പോൾ നമ്മൾ അവിടെ എ ആണ് ചേർക്കാറ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അനോസ്മിയ ആണ് വരുന്നത്. ഹൈപ്പോസ്മിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏതെങ്കിലും ഓർഡറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എബിലിറ്റി കുറയുന്ന കണ്ടീഷൻ ആണ് ഹൈപ്പോസ്മിയ.
ഇനി ആ ഒരു ഓൾഫാക്ടറി സെൻസേഷൻ എക്സാഗ്രേറ്റ് ചെയ്ത പോർഷൻ ആണ് ഹൈപ്പറോസ്മിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ. The next question, which of the following is not the function of skin? അപ്പൊ നമ്മുടെ സെൻസ് ഓർഗനിലെ ഒരു പോർഷൻ തന്നെയാണ് സ്കിൻ. ഇതിൽ സ്കിന്നിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? കാൽഷ്യം പ്രൊഡക്ഷൻ, പ്രൊട്ടക്ഷൻ, എക്സ്ക്രീഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ. ഓക്കെ, നമുക്ക് ഓരോ പോർഷൻസ് ആയിട്ട് നോക്കിയാൽ ടെമ്പറേച്ചർ റെഗുലേഷൻസ് അല്ലെ, അത് സ്കിൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇനി എക്സ്ക്രീഷൻ, അതായത് നമ്മുടെ ബോഡിയിലെ ചില പാർട്ടിക്കിൾസ്, ചില ഡ്രഗ്സിനെ പോലും എന്താണ് സ്കിന്നിന് വഴി എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ദെൻ പ്രൊട്ടക്ഷൻ, നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഔട്ടർ ഷീറ്റ് ലെയർ ആണ് സ്കിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഫംഗ്ഷൻ അല്ലാത്ത ഏതാണ്? കാൽസ്യം പ്രൊഡക്ഷൻ ആണ് സ്കിന്നിന്റെ ഫംഗ്ഷൻ അല്ലാത്തത്. ഇനി ഇതിനു പകരം വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ എന്നായിരുന്നെങ്കിൽ അതും ആൻസർ വന്നേനെ അല്ലെ. വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഫംഗ്ഷൻ, വൈറ്റമിൻ ഡി പ്രൊഡക്ഷൻ സ്കിന്നിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. പക്ഷെ കാൽഷ്യം പ്രൊഡക്ഷൻ എന്തല്ല, സ്കിന്നിന്റെ ഫംഗ്ഷനിൽ വരുന്നത് അല്ല. Then next question, which taste buds present on the back of the tongue? നമ്മുടെ ടങ്ങിന്റെ ഏറ്റവും ബാക്കിലായിട്ട് കാണപ്പെടുന്ന ഏത് ടൈപ്പ് ടേസ്റ്റ് ബഡ്സ് ആണ് അല്ലെ? സോർ, ബിറ്റർ, സോൾട്ട് ആൻഡ് സ്വീറ്റ്. ഏതായിരിക്കും വരുന്നത് ഏറ്റവും ഉള്ളിലായിട്ട്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബിറ്റർ പോർഷൻ ആണ് വരുന്നത്. അപ്പോ നമുക്ക് ആ ഒരു ടങ്ങിന്റെ സ്ട്രക്ചർ എടുത്താൽ ഏറ്റവും ടിപ്പിലായിട്ട് വരുന്നത് സ്വീറ്റ് റിസപ്റ്റേഴ്സ്, ദെൻ സൈഡിലായിട്ട് ഈ ഒരു സോൾട്ടിയും സോറും വരുന്നുണ്ട്. അതായത് സോൾട്ട് ശരിക്കും ഇങ്ങനെയാണ് വരിക, സോറ് ഈ ഒരു സൈഡ് പോർഷനിൽ വരും. ദെൻ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നത് ബിറ്റർ പോർഷനാണ്. ഓക്കെ, അപ്പം നമ്മുടെ സെൻസ് ഓർഗനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് പറയുന്നത് ഹാർട്ട് അല്ലെ, കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ് പറയുന്നത്. The heart is protected by a double walled membrane called, നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ഡബിൾ വാൾഡ് മെംബ്രെയിൻ ഉണ്ട്, which is called as pleural membrane, pericardium, peritoneum, nut. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പെരികാർഡിയം ആണ് വരുന്നത് അല്ലെ. ഈ പ്ലൂറൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ മെംബ്രെയിൻ, അതായത് നമ്മുടെ ലങ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പ്ലൂറൽ മെംബ്രെയിൻ വരുന്നത്. ഓക്കെ, അപ്പൊ പെരികാർഡിയം നമ്മൾ പറഞ്ഞു, പെരികാർഡിയം ആണ് ഹാർട്ടിനെ കവർ ചെയ്യുന്നത്. ഈ ഒരു പെരികാർഡിയത്തിന് ഒരു ഔട്ടർ ഫൈബ്രസ് പെരികാർഡിയം, ഒരു മിഡിൽ പെരൈറ്റൽ പെരികാർഡിയം ആൻഡ് ദ ഇന്നർ എപ്പികാർഡിയം, ഇങ്ങനെ ഒരു 3 മെംബ്രെയിനിയസ് ലെയർ ആണ് പെരികാർഡിയം എന്ന് പറഞ്ഞാൽ. Then next question, what is the difference between pulmonary vein and other veins? പൾമിനറി വെയിൻസും അതർ വെയിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓപ്ഷൻ, ദ പൾമിനറി വെയിൻ ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. The flow of blood in the pulmonary vein is accompanied by pressure. The pulmonary vein has a small lumen. There are no valves in the pulmonary vein. അപ്പോൾ ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, പൾമിനറി വെയിൻ ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. അതാണ് മറ്റ് വെയിൻസിൽ നിന്ന് നമ്മുടെ പൾമിനറി വെയിൻ എന്ത് ചെയ്യുന്നത്? ഡിഫറൻസ് ആക്കുന്നത് അല്ലെ. അതായത് നമുക്കറിയാം ആർട്ടറീസും വെയിൻസും എടുത്താൽ വെയിൻസിൽ കൂടുതലും എങ്ങനെയുള്ള ബ്ലഡ്സ് ആണ് ക്യാരി ചെയ്യുന്നത്? ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന പോർഷൻ ആണ് വെയിൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൾമിനറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡ്സ് ആണ് ക്യാരി ചെയ്യുന്നത്. അതായത് ലങ്സിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്ന പോർഷൻ ആണ്, ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ഏജൻസ് ആണ് പൾമിനറി വെയിൻസ്. അപ്പൊ ലങ്സിൽ ചെല്ലുമ്പോ എന്താണ്, നമ്മുടെ ആ ഒരു ബ്ലഡിനെ അവിടെ പ്യൂരിഫൈ ചെയ്ത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്ത് അതിലേക്ക് ഓക്സിജൻ ഫിൽ ചെയ്യുന്ന അല്ലെ. അപ്പൊ പൾമിനറി വെയിൻസ് എപ്പോഴും ഓക്സിജൻ ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്സിജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള പ്യൂർ ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ മേജർ ഡിഫറൻസ് വരുന്നത്. Then next question, the blood vessels that carry blood from the heart to the various parts of the bodies are called. അപ്പോ നമ്മുടെ ഹാർട്ടിൽ നിന്ന് ക്യാരി ചെയ്തിട്ട് ഡിഫറെന്റ് ബോഡി പാർട്ടിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസൽസിന് പറയുന്ന പേരെന്താണ്? ആർട്ടറീസ്, വെയിൻസ്, സെപ്റ്റം, കാപ്പിലറീസ് അല്ലെ. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. വെയിൻസിന്റെ പ്രത്യേകത എന്താണ്? വെയിൻസ് എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ബോഡി പാർട്ടിൽ നിന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്സിനെ കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് വെയിൻസ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതല്ല ആൻസർ വരിക. ഇനി നെക്സ്റ്റ് പറഞ്ഞാൽ ആർട്ടറീസ്. ആർട്ടറീസിന്റെ ഡ്യൂട്ടി എന്താണ്? ഹാർട്ടിൽ നിന്ന് ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് ഡിഫറെന്റ് ബോഡി പാർട്ടിൽ എത്തിക്കുന്നവരാണ്
ആർട്ടറീസ് എന്ന് പറഞ്ഞു. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ലാർജസ്റ്റ് ആർട്ടറി ഏതാണ് വരുന്നത്? ലാർജസ്റ്റ് ആർട്ടറി ആണ് അയോട്ട അല്ലെ. ഈ ഒരു അയോട്ട വഴിയാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് പാസ് ചെയ്യുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ആ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിഫറെന്റ് ബോഡി പാർട്ടിലേക്ക് മൂവ് ചെയ്യുന്നത് അയോട്ട വഴിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പേസ് സെക്ടർ ഓഫ് ദ ഹാർട്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. പേസ് സെക്ടർ ഓഫ് ദ ഹാർട്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് അല്ലെ. പേസ് മേക്കർ നമുക്കറിയാം. പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എ നോഡാണ്. എസ് എ നോഡാണ് നമ്മുടെ ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന പേസ് സെക്ടർ ആണ് അല്ലെ. അപ്പം ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷനിൽ എസ് എ നോഡ് ഉണ്ട്, എ വി നോഡ് ഉണ്ട്, ബണ്ടിൽ ഓഫ് കിസ് ഉണ്ട്, പർക്കിൻജി ഫൈബേഴ്സ് ഉണ്ട്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ബി, എ വി നോഡാണ് പേസ് സെക്ടർ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു എസ് എ നോഡിൽ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവാണ് എസ് എ നോഡിനുള്ളത്. ദെൻ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ആരാണ്? നെക്സ്റ്റ് വരുന്ന എട്രിയോ വെൻട്രിക്കുലർ നോഡുകളാണ്. ഓക്കെ, ഹാർട്ടിന്റെ കണ്ടക്ഷൻ സിസ്റ്റം ആണ് ഈ കാണുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് പോർഷൻ ആണ് ഇത്. ഇത് റൈറ്റ് പോർഷൻസ് അല്ലെ. ഈ റൈറ്റ് പോർഷന്റെ റൈറ്റ് ഏട്രിയത്തിന്റെ കോർണറിലായിട്ടാണ് എസ് എ നോഡ് കാണുന്നത്. ഈ ഒരു എസ് എ നോഡിലാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ അതിനെ എങ്ങോട്ട് എത്തിക്കുന്നു? നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് അല്ലെ, എ വി നോഡ്. നമ്മുടെ ഏട്രിയത്തിന്റെയും വെൻട്രിക്കിളിന്റെയും ഇടയിൽ വരുന്ന നോഡുകളാണ്. ഓക്കെ, ദെൻ അവിടെ നിന്നാണ് പർക്കിൻജി ഫൈബേഴ്സും ബണ്ടിൽ ഓഫ് കിസും ഒക്കെ പോകുന്നത്. ദെൻ അപ്പൊ ഈ ഒരു എ വി നോഡ് ആണെന്ന് പറഞ്ഞാല് പേസ് സെറ്റർ, ഈ എസ് എ നോഡ് ആണ് പേസ് മേക്കർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the valves present between the right atrium and right ventricle is. റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന വാൽവ് ഏതാണ് അല്ലെ. അപ്പൊ എന്താണ് വാൽവ് എന്ന് പറഞ്ഞാല്? വാൽവ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് ഫ്ലോ നടക്കുമ്പോഴത്തേക്കിന് ഒരു സിംഗിൾ ഡയറക്ഷനിൽ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു വാൽവുകളാണ് അല്ലെ. അതായത് നമുക്ക് ഹാർട്ടിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലഡിലെ മൂവ്മെന്റ് പറയുമ്പോഴത്തേക്കിന് പറയുന്നുണ്ട് എപ്പോഴും ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ് ബ്ലഡ് മൂവ് ചെയ്യുന്നത് അല്ലെ. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ് ബ്ലഡ് മൂവ് ചെയ്യുന്നത്. അപ്പം ഏട്രിയ കൺട്രാക്ഷൻ വരുന്ന സമയത്ത് വെൻട്രിക്കിളിലേക്ക് മൂവ് ചെയ്യും. ഇനി വെൻട്രിക്കിളിൽ കൺട്രാക്ഷൻ നടക്കുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണെങ്കിൽ അയോട്ട വഴി ഡിഫറെന്റ് ബോഡി പാർട്ടിലേക്ക് പോകുന്നു. ദെൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു അല്ലെ, പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ ബാക്ക് ഫ്ലോ, അതായത് വെൻട്രിക്കിളിൽ നിന്ന് ഒരിക്കലും ഏട്രിയത്തിലേക്ക് പോവരുത്. ഇത് പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ അയോട്ട അല്ലെങ്കിൽ ഈ ഒരു പൾമിനറി ആർട്ടറിയിലൂടെ എങ്ങോട്ട് പോവരുത്? വെൻട്രിക്കിളിൽ നിന്ന് പോവരുത്. ഈ മൂവ്മെന്റിനെ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനാണ് വാൽവുകൾ വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ വാൽവ് പ്രസന്റ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ഈ ഒരു റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിൽ കാണപ്പെടുന്ന വാൽവുകൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ട്രൈകസ്പിഡ് വാൽവ്സ് ഉണ്ട്, ബൈകസ്പിഡ് വാൽവ്സ് ഉണ്ട്, സെമി ലൂണാർ വാൽവ്സ് ഉണ്ട്. നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ട്രൈകസ്പിഡ് വാൽവ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് നോക്കിയാൽ റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ടാണ് ട്രൈകസ്പിഡ് വാൽവ് ഉള്ളത്. ദെൻ ലെഫ്റ്റ് ഏട്രിയത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ടാണ് മിട്രൽ വാൽവ് ഉള്ളത്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ബൈകസ്പിഡ് വാൽവുകൾ. ഓക്കെ, ഇനി ഓർത്തിരിക്കുക ബൈകസ്പിഡ് വാൽവ്. അപ്പൊ വെൻട്രിക്കിളിൽ നിന്ന് ഏട്രിയത്തിലേക്കുള്ള ബ്ലഡിന്റെ മൂവ്മെന്റിനെ പ്രിവെന്റ് ചെയ്യുന്നത് ഒരു ഇതാണ് കേട്ടോ. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ വാൽവുകൾ എന്താവുന്നു? ക്ലോസ് ആവുന്നു. ദെൻ അയോട്ടിക് വാൽവ് ഉണ്ട്. അയോട്ടിക് വാൽവിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ബ്ലഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്നതാണ് അയോട്ടിക് വാൽവ്. അതുപോലെ തന്നെ പൾമിനറി വാൽവുകൾ ഉണ്ട് അല്ലെ. പൾമിനറി വാൽവുകൾ അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറിയിലേക്ക് പോകുമ്പോഴത്തേക്കിന്, ഇപ്പം ഈ ഒരു റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ പൾമിനറി ആർട്ടറി വഴിയാണ് ലങ്സിലേക്ക് എത്തുന്നത്. ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന വാൽവ് ആണ് പൾമിനറി വാൽവ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു?
നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലുള്ള വാൽവ് ഏതാണ്? ഇറ്റ്സ് കോൾഡ് ആസ് ട്രൈകസ്പിഡ് വാൽവ്സ്. Okay, moving to the next question. The instrument used to measure blood pressure is known as. Blood pressure measure ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ആൻസർ ഏതാ? സിമ്പിൾ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്പിഗ്മാനോമീറ്റർ ആണ് വരുന്നത്. Then next question, the thickest chamber of the heart. നമുക്കറിയാം നമ്മുടെ ഹാർട്ടിന് എത്ര ചാമ്പേഴ്സ് ഉണ്ട്? 4 ചാമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഏറ്റവും മുകളിലായിട്ട് 2 ഏട്രിയം ഉണ്ട്, താഴെയായിട്ട് 2 വെൻട്രിക്കിൾ ഉണ്ട്. ഇതിൽ ഏറ്റവും തിക്കസ്റ്റ് ചേംബർ ഏതായിരിക്കും വരുന്നത്? ആൻസർ വരുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് ബ്ലഡ് പോകേണ്ടത് അല്ലെ? ഒരു ഹൈ പ്രഷറിൽ ബ്ലഡ് ഫ്ലോ ചെയ്താലേ ബ്ലഡ് ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് റീച്ച് ചെയ്തോളും. അതുകൊണ്ടാണ് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്താക്കി വെച്ചിരിക്കുന്നത്? വളരെ തിക്കസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. The next question, which is the first step in the cardiac cycle? നമുക്കറിയാം കാർഡിയാക് സൈക്കിൾ 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഏട്രിയൽ ഡയസ്റ്റോള്, വെൻട്രിക്കുലാർ സിസ്റ്റോള്, ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലാർ ഡയസ്റ്റോള്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, ഏട്രിയൽ സിസ്റ്റോൾ ആണ് അല്ലെ വരുന്നത്. അതായത് സിസ്റ്റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഹാർട്ട് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നടക്കുന്നത് ഏട്രിയത്തിന്റെ കൺട്രാക്ഷൻ ആണ്. ഈ ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് എന്ത് ചെയ്യുന്നു? ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യേണ്ടത് അല്ലെ? അപ്പം എപ്പോഴും ഫസ്റ്റ് വരുന്നത് ഏട്രിയൽ കൺട്രാക്ഷൻ ആണ്, വിച്ച് ഈസ് കോൾഡ് ആസ് ഏട്രിയൽ സിസ്റ്റോൾ. ഇനി റിലാക്സേഷൻ ഇറ്റ്സ് അതർവൈസ് കോൾഡ് ഡയസ്റ്റോൾ. റിലാക്സേഷന് മറ്റൊരു പേരാണ് ഡയസ്റ്റോൾ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പം ഏട്രിയൽ സിസ്റ്റോളിന്റെ ഒക്കെ ടൈമിംഗ് കൂടെ പറയുന്നുണ്ട്. ഏട്രിയൽ സിസ്റ്റോൾ ആണെങ്കിൽ 0.18 സെക്കൻഡ്, ഏട്രിയൽ ഡയസ്റ്റോൾ ആണെങ്കിൽ 0.08 സെക്കൻഡ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണെങ്കിൽ 0.30 സെക്കൻഡ്, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണെങ്കിൽ 0.32 സെക്കൻഡ്സ് ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ventricular repolarization in the ECG is best seen in. നമ്മുടെ ECG അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന്റെ കണ്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഹാർട്ടിന്റെ എല്ലാ ഫങ്ഷൻസും നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതില് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ കാണിക്കുന്നത് ഏതൊരു വേവ് ആണ്? പി വേവ്, ക്യൂ വേവ്, ആർ വേവ് അല്ലെങ്കിൽ ടി വേവ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി, ടി വേവ് ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ECG ഫോം. ഇതിൽ പി വേവ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെ, അതായത് ഏട്രിയത്തിന്റെ കൺട്രാക്ഷൻ ആണ്. ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ കാണിക്കുന്ന പി വേവ്. ദെൻ QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ, വെൻട്രിക്കിൾസിന്റെ കൺട്രാക്ഷൻ ആണ് QRS കോംപ്ലക്സ് കാണിക്കുന്നത്. ദെൻ ടി വേവിലാണ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ എന്ന് നമുക്ക് പറയാം. വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ കാണിക്കുന്നത് ടി വേവ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞു. നമ്മൾ വാൽവ്സുകളുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കണ്ടക്ഷൻ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ECG ഗ്രാഫും കണ്ടു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. ദ നമ്പർ ഓഫ് സ്പൈനൽ നെർവ്സ് ഇൻ ദ ഹ്യൂമൻസ് ആർ. നമ്മുടെ ഹ്യൂമൻസിൽ പ്രസന്റ് ആയിരിക്കുന്ന സ്പൈനൽ നെർവ്സുകൾ എത്രയാണ് അല്ലെ? അതായത് ആ ഒരു സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സുകളാണ്. ആൻസർ ഏത് വരും? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 31 പെയേഴ്സ് ആണ് നമ്മുടെ സ്പൈനൽ നെർവ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പം ടോട്ടൽ നോക്കിയാൽ ക്രേനിയൽ നെർവ്സ്, സെർവിക്കൽ നെർവ്സ്, തൊറാസിക് നെർവ്സ്, ലുംബാർ നെർവ്സ്, സാക്രൽ നെർവ്സ് ആൻഡ് കോക്സിജിയൽ നെർവ്സ്. ഇതിൽ സെർവിക്കൽ നെർവ്സ് ഒരു 8 പെയേഴ്സ്, തൊറാസിക് ആണെങ്കിൽ ഒരു 12 പെയർ, ലുംബാർ നെർവ് ആണെങ്കിൽ 5 പെയർ, സാക്രൽ നെർവ് 5 പെയർ, കോക്സിജിയൽ നെർവ് 1 പെയർ അല്ലെ. അങ്ങനെ ടോട്ടൽ 31 പെയർ സ്പൈനൽ നെർവ്സ് ആണ് ഉള്ളത്. The next question, the gap between two neurons are called അല്ലെ, 2 ന്യൂറോൺസിന്റെ ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിന്റെ പേരെന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സിനാപ്സിസ്. 2 ന്യൂറോൺസിന്റെ ഇടയിലായിട്ടാണ് സിനാപ്സിസ് പ്രസന്റ് ആയിരിക്കുന്നത്. ആ ഒരു ജംഗ്ഷൻ പറയുന്ന പേരാണ് സിനാപ്സിസ് എന്ന് പറയുന്നത്. The next
next question, the cranial nerves arising from the brain and the spinal nerves arising from the spinal cord together constitute. ഓക്കെ, അപ്പം നമ്മൾക്കറിയാം നമ്മുടെ ബ്രെയിനിൽ നിന്നും നെർവ്സ് അറൈസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് കോൾഡ് ക്രേനിയൽ നെർവ്സ്. ദെൻ സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന നെർവ്സ് ആണ് സ്പൈനൽ നെർവ്സ്. അല്ലെ, ഇപ്പൊ നമ്മൾ കണ്ടതേ ഉള്ളൂ, 31 പെയർസ് ആയിരുന്നു അതിന്റെ നമ്പറിങ് വരുന്നത്. ഈ രണ്ട് നെർവ്സുകളെയും ടുഗദർലി പറയുന്ന പേരെന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പെരിഫറൽ നെർവസ് സിസ്റ്റം. അല്ലെ, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം എടുത്താൽ രണ്ടായിട്ട് നമുക്ക് പറയാം, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന പോർഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നെർവസ് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറലും. ഇതിൽ സെൻട്രലിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും മാത്രമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന എല്ലാ നെർവുകളെയും കൂടെ ചേർത്താണ് എന്ത് പറയുന്നത്? പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ പിന്നെയും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓട്ടോണോമിക്കും സൊമാറ്റിക്കും. അപ്പൊ ഇതിൽ സൊമാറ്റിക്കിന്റെ പ്രത്യേകത എന്താണ്? വോളണ്ടറി സ്കെൽറ്റൽ മസിൽസിലോട്ട് പോകുന്ന നെർവ്സുകളാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഇനി നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, അതുപോലെ സ്മൂത്ത് മസിൽസുകൾ, ഗ്ലാൻസുകൾ, ഇവിടോട്ടൊക്കെ പോകുന്നതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. അല്ലെ, ഇൻവോളണ്ടറി ആണ് വരുന്നത്. ഓട്ടോണോമിക്കിനെയാണ് അഗൈൻ നമ്മൾ പാരാസിമ്പത്തറ്റിക് എന്നും സിമ്പത്തറ്റിക് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതില് സിമ്പത്തറ്റിക് എന്താണ്? ആക്റ്റീവ് ആൻഡ് അലേർട്ട് ആണ് സിമ്പത്തറ്റിക്. പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ റെസ്റ്റിൽ അല്ലെങ്കിൽ നമുക്ക് റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ് പാരാസിമ്പത്തറ്റിക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The nerves arise from the brain and spinal nerves, which is called. അല്ലെ, ആൻസർ വരുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം. The next question, which of the following is the main thinking part of the human brain? Human brainലെ main thinking part ഏതാണ് വരുന്നത്? ആൻസർ hindbrain, cerebrum, midbrain, none of these. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെറിബ്രം. അല്ലെ, നമ്മുടെ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് സെറിബ്രം. ഇതാണ് നമ്മുടെ തിങ്കിങ് പാർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ഓൾസോ കൺട്രോൾ ലേണിംഗ്, തിങ്കിങ്, റീഡിംഗ്, സ്പീച്ച്, ഇമോഷൻസ്, ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആണ്. The next question, Dash controls the involuntary activities like coughing and sneezing. Coughing, sneezing, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ബ്രെയിനിന്റെ ഏതൊരു പാർട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മെഡുല്ലയാണ്. അല്ലെ, മെഡുല്ലയാണ് കഫിങ് സ്നീസിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. Medulla plays a critical role in transmitting signals between spinal cord and a higher part of the brain and control autonomic activities such as heartbeat, respiration. ഇതും ആര് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്? മെഡുല്ലയാണ് കൺട്രോൾ ചെയ്യുന്നത്. കാരണം മെഡുല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിനെയും ബ്രെയിനിന്റെ ഹയർ പാർട്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് മെഡുല്ല. The next question, the center for heat, touch, cold and pressure are in. അപ്പോ ഹീറ്റ്, ടച്ച്, കോൾഡ്, പ്രഷർ, ഇതിന്റെയൊക്കെ സെന്റർ ഏതാണ്? ഫ്രണ്ടൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, പറൈറ്റൽ ലോബ്, ബോത്ത് എ ആൻഡ് ബി. ഏതായിരിക്കും ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പറൈറ്റൽ ലോബാണ് വരുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ബ്രെയിന് മെയിൻ ആയിട്ട് 4 ലോബുകളാണ് ഉള്ളത്, പെരൈറ്റലോ, ഫ്രണ്ടലോ, ഓക്സിപിറ്റലോ, ടെമ്പറലോ. ഇതില് ടച്ച്, പ്രഷർ, പെയിൻ, ഹീറ്റ്, കോൾഡ്, ആ ഒരു സെൻസേഷൻസിനെ ഒക്കെ ഡീൽ ചെയ്യുന്നത് പെരൈറ്റൽ ലോബ്സ് ആണ്. ഫ്രണ്ടൽ ലോബിന്റെ പ്രത്യേകത എന്താണ്? ഫ്രണ്ടൽ ലോബ്സ് ആണ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ 4 മേജർ ലോബ്സ്. അതുപോലെ തന്നെ സെൽഫ് മാനേജ്മെന്റ്, സ്പീച്ച്, ലാംഗ്വേജ്, കമ്പയറിംഗ് ഒബ്ജക്ട്സ്, മെമ്മറീസ്, അണ്ടർസ്റ്റാൻഡിങ്, റിയാക്ടിങ് ടു ഫീലിംഗ്സ്, ബിഹേവിയർ, ഇതൊക്കെയാണ് ഫ്രണ്ടൽ ലോബിന്റെ ഫങ്ഷൻസ് വരുന്നത്. ഇനി ഓക്സിപിറ്റൽ ലോബാണ് ദ സ്മോളസ്റ്റ് ഓഫ് ദ ഓൾ ലോബ്സ് ആൻഡ് ഇത് എന്തിനൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? വിഷൻ, ഫേസ് റെക്കഗ്നിഷൻ, മൂവ്മെന്റ്, ഒബ്ജക്ട് റെക്കഗ്നിഷൻ ഒക്കെയാണ്
ഓക്സിപിറ്റൽ ലോബുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ടെമ്പറൽ ലോബ് ഉണ്ടല്ലേ, ടെമ്പറൽ ലോബ് എന്ന് പറയുമ്പോൾ ഹിയറിംഗ്, ലാംഗ്വേജ് റെക്കഗ്നിഷൻ, സ്പീക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റിംഗ്, മെമ്മറി അക്വിസിഷൻ ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് ടെമ്പറൽ ലോബ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹീറ്റ്, ടച്ച്, കോൾഡ് ആൻഡ് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത ഹാർട്ടിന്റെ ബ്രെയിനിന്റെ സെന്റർ ഏതാണ്? ആൻസർ വരുന്നത് പാരൈറ്റൽ ലോബാണ്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഫ്രണ്ടൽ ലോബും സ്മോളസ്റ്റ് ലോബ് എന്ന് പറഞ്ഞാൽ ഓക്സിപിറ്റൽ ലോബുമാണ് വരുന്നത്. Then moving to the next question, the part of the brain from which spinal cord originates. നമ്മുടെ ബ്രെയിൻ ഏതൊരു പാർട്ടിൽ നിന്നാണ് സ്പൈനൽ കോഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? പോൺസ്, സെറിബ്രം, മെഡുല്ല ഒബ്ലങ്കേറ്റ, സെറിബെല്ലം. ഏതൊരു പാർട്ടിൽ നിന്നാണ് സ്പൈനൽ കോഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മെഡുല്ല ഒബ്ലങ്കേറ്റ അല്ലെ. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. അതായത് മെഡുല്ലയാണ് സ്പൈനൽ കോഡിനെയും നമ്മുടെ ബ്രെയിനിന്റെ ഹയർ പോർഷനെയും കൂടെ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ എന്ന് പറയും. അപ്പം ഈ ഒരു മെഡുല്ലയിൽ നിന്നാണ് സ്പൈനൽ കോഡ് അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദെൻ പോൺസ് പറയുകയാണെങ്കിൽ കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ട് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻസ്. നമ്മുടെ ബ്രെയിനിൽ തന്നെ ഡിഫറെന്റ് റീജിയൻസിനെ കണക്ട് ചെയ്യുന്ന പോർഷൻ ആണ് പോൺസ്. ദെൻ സെറിബെല്ലം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സിനെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബോഡി പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. ഇതൊക്കെയാണ് സെറിബെല്ലം ചെയ്യുന്നത്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഏതാണ്? സെറിബ്രം. അതാണ് സെറിബ്രം ആണ് നമ്മുടെ സ്പീക്കിംഗ് അല്ലെങ്കിൽ ലേണിംഗ്, മെമ്മറി അല്ലെങ്കിൽ തിങ്കിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബ്രം ആണ്. Then next question, the nodes of Ranviers are the microscopic gaps found within. ഏത് സ്ട്രക്ചേഴ്സിലാണ് ഈ ഒരു നോഡ് ഓഫ് റാൻവിയർ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണപ്പെടുന്നത് അല്ലെ? അതൊരു ടൈപ്പ് ഗ്യാപ്പ് ആണ് അല്ലെ, ഒരു ജംഗ്ഷൻ ആണ്. അത് ഏതൊരു സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? മൈലിനേറ്റഡ് ആക്സോൺസ്, ഗ്ലാൻഡ് സെല്ലുകൾ, ഓസ്റ്റിയോബ്ലാസ്റ്റ്, കോൺട്രോബ്ലാസ്റ്റ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മൈലിനേറ്റഡ് ആക്സോൺസ് ആണ് വരുന്നത്. ഓക്കെ, മൈലിനേറ്റഡ് ആക്സോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സോൺസിന് ഇതാണ് ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഈ ഒരു ന്യൂറോണിന്റെ നമ്മുടെ ലാർജ് ഡെൻഡ്രൈറ്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ലാർജ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. ഈ ഒരു ആക്സോണിനെ കവർ ചെയ്തുകൊണ്ട് മൈലിൻ ഷീത്ത് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈലിനേറ്റഡ് ആക്സോൺസ് എന്ന് പറയാം. ഇങ്ങനെയുള്ള മൈലിൻ ഷീത്തിന്റെ ഇടയിൽ കാണപ്പെടുന്ന ഗ്യാപ്പാണ് നോഡ് ഓഫ് റാൻവിയർസ്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പാണ് നോഡ് ഓഫ് റാൻവിയർസ് എന്ന് പറഞ്ഞാൽ they function to recharge the action potential that runs along the axons. നമ്മുടെ ആക്സോണിൽ കൂടി നെർവ് ഇമ്പൾസ് പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ പാസ് ചെയ്യുന്ന സമയത്ത് അതിനെ റീചാർജ് ചെയ്യുക അല്ലെ. നമുക്ക് എഫക്റ്റർ സെല്ലിൽ അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസ് എവിടെയാണോ ജനറേറ്റ് ചെയ്ത അതേ ആക്ഷൻ അല്ലെങ്കിൽ അതേ സ്ട്രെങ്ത് തന്നെയാണ് എവിടെ എത്തുന്നത്? ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലുള്ള ഗ്യാപ്പുകളാണ്. Next question, the forebrain consists of. ഫോർബ്രെയിനിൽ വരുന്ന പോർഷൻ ഏതാണ്? സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്, ഓൾ ഓഫ് ദിസ്. ഏതായിരിക്കും? നമ്മുടെ ബ്രെയിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ, ഫോർബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ. അതിൽ ഫോർബ്രെയിനിൽ വരുന്ന പോർഷൻ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ്. സെറിബ്രവും തലാമസും ഹൈപ്പോതലാമസും ഫോർബ്രെയിനിന്റെ പോർഷൻ ആണ്. അപ്പോൾ ഹ്യൂമൻ ബ്രെയിനെ 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫോർബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ. ഇതിൽ ഫോർബ്രെയിനിലാണ് സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ് ഉള്ളത്. മിഡ് ബ്രെയിൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ തലാമസ് ആൻഡ് പോൺസ് അല്ലെ, തലാമസിന്റെയും പോൺസിന്റെയും ഇടയിലായിട്ടായിരിക്കും മിഡ് ബ്രെയിൻ വരുന്നത്. ഇനി ഹിൻഡ് ബ്രെയിൻ പോർഷൻസ് ആണ് പോൺസും സെറിബെല്ലവും മെഡുല്ല ഒബ്ലങ്കേറ്റും. ഓക്കെ, ദെൻ നമ്മുടെ ആ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം പോർഷൻസ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന പോർഷൻസ് കവർ ആയി. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ. ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരാത്ത പാർട്ട് ഏതാണ്? മൗത്ത്, സ്റ്റൊമക്, ലാരിങ്സ്, ഏനസ്. ഏതായിരിക്കും വരുന്നത്? നമ്മുടെ ആ ഒരു GI ട്രാക്റ്റിന്റെ പോർഷൻ അല്ലാത്തത് ഏതായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ലാരിങ്സ് ആണ് അല്ലെ. ലാരിങ്സ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പോർഷൻ അല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്. മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മൗത്ത്,
ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് ഫൈനലി ഏനസ്. ഇത്രയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ട് വരുന്നത്. ലാരിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സൗണ്ട് ബോക്സ് ആണ് അല്ലെ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സൗണ്ട് ബോക്സ് ആണ് ലാരിങ്സ് എന്ന് പറഞ്ഞാൽ. Then next question, name the longest part of the alimentary canal. നമ്മുടെ alimentary canalലെ longest part ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണോ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണോ, ലിവർ ആണോ, സ്റ്റൊമക്ക് ആണോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ് ഏറ്റവും ലോങ്സ്റ്റ് പാർട്ട് അല്ലെ? ഏറ്റവും ലോങ്സ്റ്റ് പാർട്ട് ആണ്. ദെൻ അതിലും ചെറുതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ. Then next question, mechanical digestion begins in. Mechanical digestion എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മൗത്ത്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മൗത്തിൽ നിന്നാണ് മെക്കാനിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. Digestion begins immediately in the oral cavity with both mechanical and chemical digestion. Oral cavity മെക്കാനിക്കൽ ഡൈജഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ഡൈജഷനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടീത്ത് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യുന്നത് അല്ലെ, അതാണ് മെക്കാനിക്കൽ ഡൈജഷൻ വരുന്നത്. ആൻഡ് ദ പ്രോസസ് ഈസ് കോൾഡ് മാസ്റ്റിക്കേഷൻ. ആ ഒരു പ്രോസസ്സിന് വരുന്ന നെയിമാണ് മാസ്റ്റിക്കേഷൻ എന്ന് പറയുമ്പോൾ. The next question, the food that enters the intestine from stomach is called. അപ്പോൾ നമുക്കറിയാം നമ്മുടെ GI ട്രാക്റ്റിൽ സ്റ്റൊമക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന പോർഷൻ ആണ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റൊമക്കിൽ നിന്ന് ഡൈജഷൻ കഴിഞ്ഞ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്ന ഫുഡിന് പറയുന്ന മറ്റൊരു നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കൈൽ, ഫണ്ടസ്, കൈൽ, ബോളസ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, കൈം ആണ് വരുന്നത്. അപ്പൊ ഫണ്ടസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒരു പോർഷൻ ആണ് ഫണ്ടസ് അല്ലെ? സ്റ്റൊമക്കിന്റെ 3 പോർഷൻ ആണ് വരുന്നത്, കാർഡിയാക്ക്, അതുപോലെ ഫണ്ടസ് ആൻഡ് പൈലോറിക്. ഓക്കെ, അപ്പൊ ഇതില് ഫണ്ടസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്റ്റൊമക്കിലെ ഒരു പോർഷൻ തന്നെയാണ്. ഇനി കൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈൽ വിച്ച് ഈസ് എ എൻസൈം ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ അല്ലെ? ഡൈജഷൻ ടൈമിൽ ഇൻറ്റസ്റ്റൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈം ആണ് കൈൽ. ദെൻ ബോളസ് എന്ന് പറയുമ്പോൾ ഫുഡിൽ നിന്ന് ഈസോഫാഗസിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷൻ ആണ്, മൗത്തിൽ നിന്ന് ഈസോഫാഗസിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷൻ ആണ്. അതായത് നമ്മുടെ ഫുഡും സലൈവയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മൗത്തിൽ നിന്ന് എൻ്റർ ചെയ്യുന്നതാണ് ബോളസ്. നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത് കൈമാണ് വരുന്നത്. ഓക്കെ, the next question, which of the following enzyme in the human body start the digestion of proteins? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏതൊരു എൻസൈം ആണ് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ട്രിപ്സിൻ, ലാക്ടോസ്, പെപ്സിൻ, നൺ ഓഫ് ദിസ്. ഇതിൽ ഏതാണ് പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പെപ്സിൻ ആണ്. പക്ഷെ ട്രിപ്സിനും എന്ത് തന്നെയാണ്? നമ്മുടെ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇനിഷ്യലി എന്ന് എടുത്ത് ചോദിച്ചത് കൊണ്ടാണ് പെപ്സിൻ വന്നത്. ഇനി പെപ്സിൻ ഏതൊരു സെൽസ് ആണ്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള ചീഫ് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ആണ് പെപ്സിൻസ്. ഈ ഒരു പെപ്സിനോജനെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും പെപ്സിനോജൻ ആയിട്ടാണ്. പെപ്സിനോജൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ഫോം ആണ്. HCl ആണ് നമ്മുടെ പെപ്സിനോജനെ പെപ്സിനാക്കി കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. HCl സെക്രീറ്റ് ചെയ്യുന്നത് സ്റ്റൊമക്കിലെ പാരൈറ്റൽ അല്ലെങ്കിൽ ഓക്സെന്റിക് സെൽസ് ആണ്. ഇനി ട്രിപ്സിൻ നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം ആണെന്ന് പറഞ്ഞു. അത് കാണപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫസ്റ്റ് പോർഷനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ഇനിഷ്യൽ പോർഷനിലാണ് ട്രിപ്സിൻ കാണപ്പെടുന്നത്. The next question, which part of the large intestine stores the feces temporarily? ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ഏതൊരു പോർഷൻ ആണ് ഫീക്കസിനെ ടെമ്പററിലി സ്റ്റോർ ചെയ്യുന്നത്? കോളൻ, സീക്കം, റെക്ടം, കിഡ്നി അല്ലെ? ഏതൊരു പോർഷൻ ആണ് ഇൻറ്റസ്റ്റൈനിന്റെ? ഇതില് സീക്കം, കോളൻ, റെക്ടം അത് 3ഉം ഇൻറ്റസ്റ്റൈനിലെ പോർഷൻ ആണ്. ടെമ്പററി ആയിട്ട് ഫീക്കസ് സ്റ്റോർ ചെയ്യുന്നത് റെക്ടം, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലെ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ഫൈനൽ പോർഷൻ ആയിട്ടുള്ള റെക്ടം ആണ് അതിനെ കളക്ട് ചെയ്ത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഫസ്റ്റ് വരുന്ന, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കഴിഞ്ഞ് വരുന്ന പോർഷൻ ആണ് സീക്കം.
ദെൻ സീക്കം കഴിഞ്ഞിട്ട് കോളൻ ഉണ്ട്. കോളൻ ആകുമ്പോഴത്തേക്കിന് മൂന്നായിട്ട് പറയുന്നുണ്ട്. അതായത് ഒരു അസെൻഡിങ് കോളൻ ഉണ്ട്, ദെൻ ട്രാൻസ്വേഴ്സ് കോളൻ വരുന്നു, പിന്നെ ഡിസെൻഡിങ് കോളൻ വരുന്നു. ദെൻ ഡിസെൻഡിങ് കോളൻ കഴിഞ്ഞാണ് നമുക്ക് റെക്ടം പോർഷൻ വരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫുഡിനെ അല്ലെങ്കിൽ ഫീക്കസിനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ ഈ ഒരു ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫൈനലി നമ്മുടെ ഫുഡ് ഡൈജഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിലെ വാട്ടർ അബ്സോർപ്ഷൻ നടത്തുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ്. എത്ര കൂടുതൽ ടൈം നമ്മുടെ ഫീക്കസ് ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ നിൽക്കുന്നോ അത്രയധികം വാട്ടർ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. The next question, the majority of the water from the indigestible food is absorbed in the, അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. അതായത് ഇൻഡൈജസ്റ്റബിൾ ഫുഡിൽ നിന്ന് മെജോറിറ്റി വാട്ടറും അബ്സോർബ് ചെയ്യുന്നത് ഏതൊരു പോർഷനിൽ വെച്ചാണ്? സ്റ്റൊമക്ക്, ഫുഡ് പൈപ്പ്, പാൻക്രിയാസ്, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഏത് പോർഷനിൽ വെച്ചിട്ടായിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ് വരുന്നത്. ഓക്കെ, ഇനി സ്റ്റൊമക്കിൽ വെച്ചിട്ട് എന്താണ് നടക്കുന്നത്? സ്റ്റൊമക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഡൈജഷൻ മാത്രമാണ് നടക്കുന്നത്. ഇനി സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടായിരിക്കും ശരിക്കും അബ്സോർപ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മിനറൽസും ന്യൂട്രിയൻസും ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഫുഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? മൗത്തിൽ നിന്ന് എമർജ് ചെയ്യുന്ന ഒരു പോർഷൻ അല്ലെ, ഈസോഫാഗസ് ആണ് ഫുഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ. ദെൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വരുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡ്യൂറിങ് ഈച്ച് റെസ്പിറേറ്ററി സൈക്കിൾ when air is inhaled and exhaled, there is always a certain amount of air in the lungs so that there is enough time to absorb oxygen and release carbon dioxide. What is this amount of air is called? അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി സൈക്കിളിൽ എയർ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്തും എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്തും ഒരു സർട്ടൻ എമൗണ്ട് ലങ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഇനഫ് ടൈം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അബ്സോർബ് ചെയ്യാനും റിലീസ് ചെയ്യാനും ഒരു ഇനഫ് ടൈം കിട്ടുന്നുണ്ട്. ദെൻ ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയർ എന്ന് പറയുന്ന പേരെന്താണ്? റെസിജ്വൽ എമൗണ്ട്, റെസ്പിറേഷൻ എമൗണ്ട്, പൾമിനറി എമൗണ്ട്, ആൽവിയോളർ എമൗണ്ട്. എന്താണ് ആ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലെ, റെസിജ്വൽ എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, ദ വോളിയം ഓഫ് എയർ remaining on the lungs after a maximum exhalation is called residual volume. Then ആ ഒരു വോളിയം വരുന്നത് നിയർലി 1200 ml ആണ്. ഇനി ആൽവിയോളർ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ആൽവിയോളയിൽ നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വോളിയം ഓഫ് എയർ ആണ് ആൽവിയോളർ എമൗണ്ട്. ഇനി ടൈഡൽ വോളിയം എന്താണ്? ഒരു നോർമൽ ബ്രീത്തിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയോ എക്സെയിൽ ചെയ്യുകയോ ചെയ്യുന്ന എമൗണ്ട് ഓഫ് എയർ ആണ് ടൈഡൽ വോളിയം. അതിന്റെ എമൗണ്ട് വരുന്നത് 500 ml ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് റെസ്പിറേഷൻ ത്രൂ ദ ലങ്സ് ഈസ് കോൾഡ് പൾമിനറി റെസ്പിറേഷൻ അല്ലെ. നമ്മുടെ ലങ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള റെസ്പിറേഷൻ ആണ് പൾമിനറി റെസ്പിറേഷൻ. അങ്ങനെയാണെങ്കിൽ സ്കിൻ യൂസ് ചെയ്തുകൊണ്ടുള്ള റെസ്പിറേഷൻ പറയുന്ന നെയിം ഏതാണ്? പൾമിനറി, ബ്രോങ്കിയൽ, ക്യൂട്ടേനിയസ്, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, ക്യൂട്ടേനിയസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ റെസ്പിറേറ്ററി ഓർഗൻസ് നോക്കിയാൽ ലങ്സ് യൂസ് ചെയ്യുന്നതിനെ നമുക്ക് പൾമിനറി എന്ന് പറയാം. അത് മാമൽസ്, ബേർഡ്സ്, റെപ്റ്റൈൽസ് ആൻഡ് ആംഫിബിയൻസ് ആയിരിക്കും ഈ ഒരു ടൈപ്പ് റെസ്പിറേഷൻ ഫോളോ ചെയ്യുന്നത്. ദെൻ ഗിൽസ് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രോങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഫിഷസ്, ക്രാബ്സ്, ടാഡ്പോളുകള്, ലാർവ ഇവയൊക്കെ ആയിരിക്കും ബ്രോങ്കിയൽ റെസ്പിറേഷൻ ഫോളോ ചെയ്യുന്നത്. Then skin യൂസ് ചെയ്യുന്നതാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എർത്ത്-വോം, ലീച്ച്, ആംഫിബിയൻസ് ഒക്കെയാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻസ് ഇതാവുന്നത്. ദെൻ ട്രക്കിയ യൂസ് ചെയ്യുന്നതിനെ ട്രക്കിയൽ റെസ്പിറേഷൻ ഒന്നും ഫോളോ ചെയ്യുന്നത് ഇൻസെക്ട്സുകളായിരിക്കും. The next question, the end product of anaerobic respiration is. Anaerobic റെസ്പിറേഷന്റെ end പ്രോഡക്റ്റുകൾ ഏതാണ്? Anaerobic respiration എന്ന് പറഞ്ഞാൽ എന്താണ്? വിതൗട്ട് ഓക്സിജൻ വരുന്നതാണ് അനറോബിക് റെസ്പിറേഷൻ അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ലാക്റ്റിക് ആസിഡ്, ഓക്സിജൻ ആൻഡ് വാട്ടർ, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും എൻ പ്രോഡക്റ്റ് വരിക? ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലാക്റ്റിക് ആസിഡ് ആണ് വരുന്നത്. എയറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ, അതായത് വിത്ത് ഓക്സിജൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആണ് ബൈ പ്രോഡക്ട്സ് വരിക. അപ്പം കൂടുതലും നമ്മുടെ ഹ്യൂമനിൽ അനറോബിക് റെസ്പിറേഷൻ കാണിക്കുന്നത് ഏത് ടൈപ്പ് സെൽസ് ആയിരിക്കും?
അതായത് മസിൽ ടിഷ്യൂസ് ആയിരിക്കും അനറോബിക് റെസ്പിറേഷൻസ് കൂടുതലും കാണിക്കുന്നത് അല്ലെ. അതായത് ഡ്യൂറിങ് ഹെവി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ഡിമാൻഡ് അവിടെ കൂടുകയും ഓക്സിജൻ സപ്ലൈ കുറയുകയും ചെയ്യുന്ന ടൈമിൽ മസിൽ സെൽസ് ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു ലാക്റ്റിക് ആസിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, നമുക്ക് മസിൽ ക്രാമ്പ് ഒക്കെ അനുഭവപ്പെടുന്നത്. Then next question, the lungs are enclosed in. Lungs enclose ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. പെരികോൺട്രിയം, പെരികാർഡിയം, പ്ലൂറൽ മെംബ്രെയിൻ, പെരിറ്റോണിയം. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, പ്ലൂറൽ മെംബ്രെയിൻ ആണ് വരുന്നത്. പെരികാർഡിയം എന്ന് പറഞ്ഞാൽ which is related to heart. Then peritoneum which encloses the visceral organs. അല്ലെ, visceral organs എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസിനെ കവർ ചെയ്യുന്നതാണ് പെരിട്ടോണിയം. ഇനി പെരികോൺട്രിയം എന്താണ്? ഇറ്റ് ഈസ് എ ലെയർ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് സറൗണ്ട് ദ കാർട്ടിലേജ് ആൻഡ് ഡെവലപ്പിംഗ് ബോൺ. ഡെവലപ്പിംഗ് ബോണിന് ചുറ്റും കാണപ്പെടുന്ന ഒരു ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് പെരികോൺട്രിയം. The next question, what is not a major structure of the respiratory system? Respiratory systemത്തിന്റെ ഒരു സ്ട്രക്ചറിൽ വരാത്തത് ഏതാണ്? ഫാരിങ്സ്, മീഡിയസ്റ്റിനം, ട്രക്കിയ, ആൽവിയോളി. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ബി, മീഡിയസ്റ്റിനം ആണ് വരുന്നത്. അതർ പാർട്സ് എല്ലാം എന്താണ്? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്നതാണ്. മീഡിയസ്റ്റിനം എന്ന് പറയുമ്പോൾ ലങ്സിന്റെ ഇടയിലായിട്ട് വരുന്ന ഒരു പോർഷൻ ആണ്. അവിടെയാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്, മീഡിയസ്റ്റിനത്തിൽ. The next question, respiratory organ known as voice box അല്ലെ, voice box എന്നറിയപ്പെടുന്ന റെസ്പിറേറ്ററി ഓർഗൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ലാരിങ്സ് ആണ് വോയിസ് ബോക്സ്. അതായത് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ലാരിങ്സ്. ദെൻ ട്രക്കിയ എന്താണ്? ട്രക്കിയ which is called windpipe. Then alveoli ആണ് ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തമ്മിലുള്ള എക്സ്ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിനും അതുപോലെ തന്നെ എയറിനും മൂവ് ചെയ്യാനുള്ള കോമൺ പാസേജ് ആണ് ഫാരിങ്സ്. ഓക്കെ. The next question, a deficiency of oxygen at the tissue level is called. നമ്മുടെ ടിഷ്യൂ ലെവലിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി വരുന്നതിന്റെ ടേം എന്താണ്? ഹൈപ്പോക്സിയ, ഹൈപ്പർ കാപ്നിയ, ഹൈപ്പർ വെന്റിലേഷൻ, ഹൈപ്പർ ടെൻഷൻ. ഏതായിരിക്കും ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ? which is called as hypoxia. Then hypercapnia എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് ഹൈപ്പർകാപ്നിയ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആൻഡ് ഡീപ് ബ്രീതിങ് ആണ് ഹൈപ്പർ വെന്റിലേഷൻ. The next question, the shape of trachea. ട്രക്കിയയുടെ അല്ലെങ്കിൽ വിൻഡ് പൈപ്പിന്റെ ഷേപ്പ് എന്താണ്? ഡോം ഷേപ്പ്, ഫണൽ ഷേപ്പ്, സി ഷേപ്പ് അല്ലെങ്കിൽ പി ഷേപ്പ്. ഇതാണ് ആൻസർ വരിക. ആൻസർ വരിക ഓപ്ഷൻ സി, സി ഷേപ്ഡ് ആണ് വരുന്നത്. The C-shaped cartilaginous reinforces the anterior and lateral side of the trachea to protect and maintain the airway open. Then next question, carbon dioxide is transported in the blood. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോംസുകൾ ഉണ്ട് അല്ലെ. ഇതിൽ ഏതാണെന്നാണ്? ആസ് ഡിസോൾവ്ഡ് ഫോം 7%, ആസ് ബൈകാർബണേറ്റ് 6%, ആസ് കാർബോണിക് ആസിഡ് നെഗ്ലിജിബിൾ, ഓൾ ഓഫ് ദ അബോവ്. ഇതിൽ ഏത് ഫോമിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബോവ് ആണ്. അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഈ 3 ഫോമിലും പോകുന്നുണ്ട്. അതായത് ഡിസോൾവ്ഡ് ഫോമിൽ ഒരു 7%, ബൈകാർബണേറ്റ് ആയിട്ട് ഒരു 63%, പിന്നെ ഒരു നെഗ്ലിജിബിൾ എമൗണ്ട് കാർബോണിക് ആസിഡ് ആയിട്ടും അതുപോലെ തന്നെ കാർബമിനോ കോമ്പൗണ്ട് ആയിട്ട് 30% ആണ് അവിടെ ട്രാൻസ്പോർട്ടിങ് നടക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് യൂറിനറി സിസ്റ്റം ആണ്. ഓക്കെ. Micturition means എന്താണ് micturition എന്ന് പറഞ്ഞാൽ? The pus in the urine, protein in the urine, the process of emptying urinary bladder, presence of bacteria. എന്തിനാണ് micturition എന്ന് പറയുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ. Process of emptying urinary bladder is called micturition. Then pus in the urine ആണ്
pyuria. Then protein in the urine ആണ് albuminuria. And presence of bacteria ആണ് bacteriuria. Okay. The next question, an organ structure that is not a component of urinary system. Urinary system ത്തിന്റെ component അല്ലാത്തത് ഏതാണ്? Urethra, urinary bladder, ureter or adrenal gland. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ ഡി, adrenal gland ആണ് urinary system പാർട്ട് അല്ലാതെ അല്ലെ. ഇതാണ് urinary tract റിലേറ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. കിഡ്നി ഉണ്ട്, യുറീറ്റേഴ്സ് ഉണ്ട്, ബ്ലാഡർ ഉണ്ട്, സ്ഫിഞ്ചേഴ്സ് ഉണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടിരിക്കുന്ന പോർഷൻ ആണ് അഡ്രീനൽ ഗ്ലാൻഡ്. The next question, the functional unit of kidney is called. നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, നെഫ്രോൺസ് ആണ് അല്ലെ. നെഫ്രോൺസ് ആണ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ്. The next question, which of the following statements concerning the kidney is false? കിഡ്നിയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? They are retroperitoneal. They each contain 8 to 15 renal pyramids. They each have a distinct renal cortex and a renal medulla region. They are positioned between third and fifth lumbar region. ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. അതായത് തേർഡ് ആൻഡ് ഫിഫ്ത്ത് ലുംബാറിലല്ല കിഡ്നി ലൊക്കേറ്റ് ചെയ്യുന്നത്. കിഡ്നി ലൊക്കേറ്റ് ചെയ്യുന്നത് തോൾ തൊറാസിക് ആൻഡ് തേർഡ് ലുംബാർ വെർട്ടിബ്രയുടെ ഇടയിലായിട്ടാണ് നമ്മുടെ പെയർ ഓഫ് കിഡ്നീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. Then next question, which of the following is not the nitrogenous waste product eliminating by excretion? ഇതിൽ ഏതാണ് നൈട്രോജീനസ് വേസ്റ്റ് അല്ലാത്തത്? അമോണിയ, ക്രിയാറ്റിനിൻ, യൂറിയ, യൂറിക് ആസിഡ്. ഏതാണ് നൈട്രോജീനസ് വേസ്റ്റ് അല്ലാത്തത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ക്രിയാറ്റിൻ ആണ് അല്ലെ. The next question, which of the following is the first step towards urine formation? ഇതിൽ ഏതാണ് യൂറിൻ ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, അൾട്രാഫിൽട്രേഷൻ, സെക്രീഷൻ, റീഅബ്സോർപ്ഷൻ. ഏതായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കിഡ്നിയിലെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള നെഫ്രോൺസിലേക്ക്, നെഫ്രോണിന്റെ ഫസ്റ്റ് പോർഷനിലേക്ക് ബ്ലഡ് വെസൽസ് എൻ്റർ ചെയ്യുന്നു. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത് അല്ലെ. അതിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോ 3 സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻസ്. ഇനി എന്താണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ? വോളിയം ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ബൈ ബോത്ത് കിഡ്നീസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഫോം ചെയ്യുന്ന, ബോത്ത് കിഡ്നി ഫോം ചെയ്യുന്ന ആ ഒരു വോളിയം ഓഫ് ഫിൽട്രേറ്റ് ആണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, which is about 90 to 120 ml per minute ആണ് വരുന്നത്. Next question, 80th question. Which of the following is not a function of kidney? ആണ് പറയുന്നത് ഏതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ അല്ലാത്തത്? എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, എലിമിനേഷൻ ഓഫ് ബ്ലഡ്, RBC പ്രൊഡക്ഷൻ, റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. എത്രയാണ് ഓപ്ഷൻ വരുന്നത്? ഏതായിരിക്കും കിഡ്നിയുടെ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് പറയുന്നത്? ആൻസർ വരിക എലിമിനേഷൻ ഓഫ് ബ്ലഡ് ആണ് അല്ലെ. അതായത് നമുക്കറിയാം എലിമിനേഷൻ ഓഫ് വേസ്റ്റ് ഉണ്ട്. അതായത് യൂറിൻ ഫോർമേഷൻ വഴി നമ്മുടെ ബോഡിയിൽ വരുന്ന നൈട്രോജനസ് വേസ്റ്റിനെ ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ RBC പ്രൊഡക്ഷൻ, RBC പ്രൊഡക്ഷന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? RBC പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് എറിത്രോപോയിറ്റിൻസ് അല്ലെ. ഈ ഒരു എറിത്രോപോയിറ്റിൻ ഈ ഒരു സബ്സ്റ്റൻസിന്റെ റിലീസ് വഴിയാണ് ഇത് ഹീമോപോയിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, എറിത്രോപോയിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ ഒക്കെ കിഡ്നിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലഡ് വോളിയം എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം കിഡ്നിയുടെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ് വരുന്നത്? എലിമിനേഷൻ ഓഫ് ബ്ലഡ് ആണ് വരുന്നത്. Then moving to the next question, which of the following encloses glomerulus? Glomerulus എന്താണ് glomerulus എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ കിഡ്നിയിലേക്ക് വരുന്ന ആ ഒരു ബ്ലഡ് വരുന്ന വെസൽസ് ആണ് ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം കിഡ്നിയുടെ ഏതൊരു പാർട്ടിലാണ് ഈ ഒരു ഗ്ലോമറുലസ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ബൊമൻസ് ക്യാപ്സ്യൂൾ, മെഡുലറി പിരമിഡ്സ്, കോർട്ടെക്സ്, റീനൽ ക്യാപ്സ്യൂൾസ്. ഏതൊരു സ്ട്രക്ചറിലേക്കാണ്?
ആൻസർ വരുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂൾ ആണ് അല്ലെ. അതായത് ബ്ലഡ് വെസൽസ് വരുന്ന സമയത്ത് നമ്മുടെ നെഫ്രോണിന്റെ സ്ട്രക്ചറിന് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്ലോമറുലാസ് എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നിന്നാണ് ബ്ലഡ് വെസൽസ് വരികയും അവിടെ വെച്ച് ഫിൽട്രേഷൻ നടക്കുകയും ഈ ബ്ലഡ് ലീവ് ചെയ്യുകയും ചെയ്യുന്നു ബ്ലഡ് വെസൽസ്. ഈ ഒരു ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ ഗ്ലോമറുലാസ് എന്ന് പറയുന്നത്. നെഫ്രോൺസിന്റെ ആ ഒരു ഫസ്റ്റ് കപ്പ് ലൈക്ക് ഹെഡ് പോർഷൻ ആണ് ബൊമാൻസ് ക്യാപ്സ്യൂൾസ് അല്ലെ, ബൊമാൻസ് ക്യാപ്സ്യൂൾസ്. ഈ ഒരു ഗ്ലോമറുലസിനെയും ബൊമാൻസ് ക്യാപ്സ്യൂൾസിനെയും ടുഗദർലി പറയുന്ന പേരാണ് മാൽപീജിയൻ ബോഡി. ഓക്കെ, മാൽപീജിയൻ ബോഡി. ഓക്കെ, ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഗ്ലോമറുലാസ് ഈ ഒരു ബ്ലഡ് വെസൽസ്, നെഫ്രോൺസിന്റെ ആ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാല്. ബ്ലഡ് വെസൽസ് കിഡ്നിയിലോട്ട് എൻ്റർ ചെയ്യുന്നതിനെ നമ്മൾ എഫറന്റ് ആർട്ടീരിയോൾ എന്നോ, ബ്ലഡ് വെസൽസ് കിഡ്നിയിൽ ലീവ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് efferent arterioles. Okay, our name would be. Then next question, which of the following is the term given to the condition of RBC in urine? Urine RBCs present ആവുമ്പോൾ വരുന്ന കണ്ടീഷന്റെ ടേം എന്താണ്? ഹെമാറ്റ്യൂറിയ, പൈയൂറിയ, ഹീമോഗ്ലോബിനൂറിയ, പ്രോട്ടീനൂറിയ. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ എ, ഹെമാറ്റ്യൂറിയ ആണ് അല്ലെ. ഹീം മീൻസ് ബ്ലഡ്, ബ്ലഡിന്റെ പ്രസൻസ് യൂറിനിൽ കാണുമ്പോൾ വിച്ച് ഈസ് കോൾഡ് ഹെമാറ്റ്യൂറിയ ആണ് വരുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീന്റെ പ്രസൻസ് ആണ് പ്രോട്ടീൻ യൂറിയ. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ആൽബുമിൻ യൂറിയ. ദെൻ ഹീമോഗ്ലോബിന്റെ പ്രസൻസ് വരുമ്പോഴാണ് ഹീമോഗ്ലോബിൻ യൂറിയ എന്നൊക്കെ പറയുന്നത്. The next question, Fauchet test is used for detect dash in the urine. യൂറിനിലെ എന്തിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനാണ് നമ്മൾ ഫൗഷറ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ബൈൽ സോൾട്ട് അല്ലെ. നമ്മൾ ലാബ്സിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് ഫൗഷറ്റ് ടെസ്റ്റ്. ബൈൽ സോൾട്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാനാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് കൂടെ നോക്കാം. ബേരിയം ക്ലോറൈഡും acidified യൂറിൻസും ഫൗഷറ്റ്സ് റിയേജന്റും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ബൈൽ സോൾട്ട് പ്രസന്റ് ആണ് എങ്കിൽ എന്ത് കിട്ടും? അവിടെ ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു റിസൾട്ട് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഗ്രീനിഷ് ബ്ലൂ കളർ ആയിരിക്കും വരിക. The next question, volume of urine is regulated by. ഇതിൽ ഏതൊരു സബ്സ്റ്റൻസ് ആണ് നമ്മുടെ യൂറിൻ വോളിയം റെഗുലേറ്റ് ചെയ്യുന്നത്? ആൽഡോസ്റ്റിറോൺ, ആൻഡോസ്റ്റിറോൺ ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ, ADH അല്ലെ. ADH എന്താണ്? ആന്റി ഡയൂറട്ടിക് ഹോർമോൺ. ആൽഡോസ്റ്റിറോൺ ആൻഡ് ADH. ഇതിൽ ഏതൊക്കെ സബ്സ്റ്റൻസ് ആയിരിക്കും കിഡ്നിയിൽ യൂറിൻ വോളിയം റെഗുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ആൽഡോസ്റ്റിറോണും ADH ആണ് അല്ലെ. ADH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആന്റി ഡയൂറട്ടിക് ഹോർമോൺ ആണ്. ആന്റി ഡയൂറട്ടിക് ഹോർമോൺ, ഇറ്റ്സ് അതർവൈസ് കോൾഡ് വാട്ട്? ആന്റി ഡയൂറട്ടിക് ഹോർമോൺ ഇസ് അതർവൈസ് കോൾഡ് വാസോപ്രസൻസ്. നമ്മുടെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് വാസോപ്രസൻസ് എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. The next question, which of the following is not an endocrine gland? താഴെ പറയുന്നതിൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാത്തത് എന്താണ്? തൈറോയിഡ്, പിറ്റ്യൂട്ടറി, ലാക്രിമൽ, നൺ ഓഫ് ദീസ്. ഏതായിരിക്കും എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലാത്തത്? ആൻസർ വരിക ഓപ്ഷൻ സി, ലാക്രിമൽ ഗ്ലാൻഡ്സ് ആണ് അല്ലെ. അപ്പൊ എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്? എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഡക്റ്റിലസ് ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഡക്റ്റിലസ് ഗ്ലാൻഡ്സുകൾ. അപ്പൊ ഈ ഒരു ഡക്റ്റിലസ് ഗ്ലാൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഇവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇവയ്ക്ക് ഫ്ലോ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഡക്റ്റുകളൊന്നും പ്രസന്റ് ആയിരിക്കില്ല. ഇവയെ സെക്രീറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ബ്ലഡിലേക്കായിരിക്കും റിലീസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണെങ്കിൽ അല്ലെ, നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, ഇതെല്ലാം തന്നെ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ്. ഇനി എക്സോക്രൈൻ ഗ്ലാൻഡുകളുടെ പ്രത്യേകത എന്താണ്? എക്സോക്രൈൻ ഗ്ലാൻഡ്സിന് അതിൻ്റെതായ ഒരു ഡക്റ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഡക്റ്റ് വഴിയായിരിക്കും ഇവ മൂവ് ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ്, ടിയർ ഗ്ലാൻഡ്, അതുപോലെ തന്നെ സെബം പ്രൊഡക്ഷനോ. ഓക്കെ, ഇതെല്ലാം എക്സോക്രൈൻ ഗ്ലാൻഡ്സുകളാണ് വരുന്നത്. ഇവയ്ക്കെല്ലാം അതിൻ്റെതായ ഒരു ഡക്റ്റ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ലാക്രിമൽ ഗ്ലാൻഡ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് മിക്സഡ് ഗ്ലാൻഡ്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ മിക്സഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഏതാണ്? അതായത് ബോത്ത് എക്സോക്രൈനും ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി പാൻക്രിയാസ് ആണ് അല്ലെ. അതായത് അതിന് എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്, എക്സോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്. എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്താണ്? പാൻക്രിയാസിന്റെ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോഗണും ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനും, ഇവ രണ്ടും എൻഡോക്രൈൻ ഗ്ലാൻഡിൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. ഇവ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ പാൻക്രിയാസിൽ തന്നെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം അതിന്റെ ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കിന് ഇത് എക്സോക്രൈൻ ഫംഗ്ഷൻ ആണ് വരുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ആസ് മിക്സഡ് ഗ്ലാൻഡ്. The next question, what does the thyroid gland secretes? ഇതിൽ ഏതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കാൽസിറ്റോണിൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഏതാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ? വിച്ച് ഈസ് കോൾഡ് കാൽസിറ്റോണിൻ അല്ലേ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. എന്താണ് കാൽസിറ്റോണിന്റെ ഫങ്ഷൻസ് വരുന്നത്? കാൽസിറ്റോണിന്റെ ഫങ്ഷൻസ് വരിക നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ, ബ്ലഡിലുള്ള പ്ലാസ്മയിലുള്ള കാൽഷ്യത്തിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിനും. തൈറോയ്ഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിറ്റോണിനും പാരാതെർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതെർമോണും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിലെ കാൽഷ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡ്സിന്റെ അതർ ഹോർമോൺസ് ആണ് T3യും T4ഉം, ട്രൈ ഐഡോതൈറോണിനും ടെട്രാഐഡോതൈറോണിനും. Okay, then moving to the next question, which of the following pairs of endocrine glands is located in the brain? നമ്മുടെ ബ്രെയിനിൽ ലൊക്കേറ്റ് ചെയ്യുന്ന രണ്ട് എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകൾ ഏതൊക്കെയാണ്? ഹൈപ്പോതലാമസ് ആൻഡ് തൈമസ്, പിറ്റ്യൂട്ടറി ആൻഡ് പാരാതൈറോയിഡ്, തൈറോയിഡ് ആൻഡ് പീനിയൽ, ഹൈപ്പോതലാമസ് ആൻഡ് പീനിയൽ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം അല്ലെ. ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. തൈമസ് എന്താണ്? പക്ഷേ തൈമസ് എന്തല്ല, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ല. പക്ഷെ ഇവ രണ്ടും ലൊക്കേറ്റ് ചെയ്യുന്നത് ബ്രെയിനിൽ തന്നെയാണ്. ഓപ്ഷൻ എ തെറ്റാണ്. പിന്നെ പറഞ്ഞാല് പിറ്റ്യൂട്ടറിയും പാരാതൈറോയിഡും രണ്ടും ഗ്ലാൻഡ്സുകളാണ്. പക്ഷെ പാരാതൈറോയിഡ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലല്ല അല്ലെ, ഒരു നെക്ക് റീജിയനിലാണ് പാരാതൈറോയിഡ്. അതായത് തൈറോയിഡ് ഗ്ലാൻഡിന്റെ 4 ലൊക്കേഷനിലായിട്ടാണ്, 4 സൈറ്റുകളിലായിട്ടാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ദെൻ തൈറോയിഡ് ആൻഡ് പീനിയൽ ഗ്ലാൻഡ് എടുത്താലും രണ്ടും എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്. പക്ഷെ തൈറോയിഡ് എവിടെയല്ല, ബ്രെയിനിലല്ല ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ രണ്ട് ഓപ്ഷൻസും തെറ്റാണ്. നെക്സ്റ്റ് ഫൈനലി വരുമ്പോൾ ഹൈപ്പോതലാമസ് ആൻഡ് പീനിയൽ അല്ലെ. ഹൈപ്പോതലാമസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്, ബ്രെയിനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ വാസോപ്രസിനും ഓക്സിറ്റോസിൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ദെൻ പീനിയൽ ഗ്ലാൻഡും എവിടെ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ബ്രെയിനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന മെലാറ്റോണിൻ റിലീസ് ചെയ്യുന്നത് ആരാണ്? പീനിയൽ ഗ്ലാൻഡ് ആണ് അല്ലെ. സോ ഇറ്റ്സ് കോൾഡ് ആസ് ബയോളജിക്കൽ ക്ലോക്ക്. അതായത് നമ്മുടെ ആ ഒരു റിതം, ബോഡി റിതം, സ്ലീപ്പ് സൈക്കിള്, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെലാറ്റോണിൻ ആണ് പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൈപ്പോതലാമസ് ആൻഡ് പീനിയൽ ഗ്ലാൻഡ് ആണ് ആൻസർ വരിക. The next question, dash is the smallest gland in the body. നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ഏതാണ്? പാരോട്ടിഡ് ഗ്ലാൻഡ്, അപ്പോക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്, എഗ്നസ് ഗ്ലാൻഡ്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ വരിക ഓപ്ഷൻ സി, പീനിയൽ ഗ്ലാൻഡ് ആണ് വരുന്നത്. പീനിയൽ ഗ്ലാൻഡ് ആണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. Next question, which among the following is an endocrine gland in the human body? ഇതിൽ താഴെ പറയുന്നതിൽ ഏതാണ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് അല്ലെ? സലൈവറി ഗ്ലാൻഡ്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്. ഇതിൽ ഏതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് വരിക? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് വരിക. നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സും ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും സ്വെറ്റ് ഗ്ലാൻഡ്സുകളും എല്ലാം തന്നെ എക്സോക്രൈൻ ആണ് വരിക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോർമലി ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും സെലക്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു.